കുട്ടികളെ പഠിക്കാം പഠിപ്പിക്കാം പുസ്തക പ്രകാശനത്തിലേക്ക് ഹാപ്പിനെസ് ബുക്സ് ഒരുക്കുന്ന ഈ സുദിനത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത സൈക്കോളജിസ്റ്റും ഇന്റർനാഷണൽ ട്രെയിനറുമായ ഡോക്ടർ സുധാകരൻ കല്യാസിന്റെ രണ്ടാമത്തെ പുസ്തകമാണ് കുട്ടികളെ പഠിക്കാം പഠിപ്പിക്കാം. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനത്തിൽ രക്ഷിതാക്കൾക്ക് എങ്ങനെ സഹായിക്കാം എന്നതാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത്. മനഃശാസ്ത്രവും ബോധന രീതിയും ഏറ്റവും മനോഹരമായി ഇണക്കിച്ചേർത്തുകൊണ്ട് ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഈ പുസ്തകം ഒരു മുതൽക്കൂട്ടാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഹാപ്പിനെസ് ബുക്സിന് ഇത് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് നമുക്ക് പറയാവുന്നതാണ്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. കൗൺസിലിങ്ങിലൂടെയും സൈക്കോതെറാപ്പി സാങ്കേതികങ്ങളിലൂടെയും വിവിധ തരത്തിലുള്ള പരിശീലനങ്ങളിലൂടെ മനഃശാസ്ത്രീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനമാണ് ഹാപ്പിനെസ് ഹബ്. കണ്ണൂരിലും തലശ്ശേരിയിലുമായാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. വിവിധ മേഖലയിലുള്ള സുമനസ്സുകളുടെ കൂട്ടായ്മയാണ് ഹാപ്പിനെസ് ഹബിന്റെ നേതൃത്വത്തിലുള്ള ഹാപ്പിനെസ് കമ്മ്യൂൺ. ഹാപ്പിനെസ് കമ്മ്യൂണിന്റെ കൺവീനർ ശ്രീ കെ ദിനേശൻ നാറാത്താണ് സ്വാഗത ഭാഷണം നടത്തുന്നത്. എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ ദിനേശൻ നാറാത്തിനെ സ്വാഗത പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സ്നേഹമുള്ളവരെ, നമ്മുടെ ചിരകാല സുഹൃത്ത് ഡോക്ടർ സുധാകരൻ കല്യാസിൻ്റെ കുട്ടികളെ പഠിക്കാം പഠിപ്പിക്കാം എന്നുള്ള പുസ്തകത്തിൻ്റെ ഈ പ്രകാശന ചടങ്ങിൽ സന്നിഹിതരായ മുഴുവൻ ആളുകൾക്കും സ്വാഗതം ഓതുക എന്നുള്ളതാണ് എന്നിൽ നിശ്ചിതമായിരിക്കുന്ന കർത്തവ്യം. ഒരു സ്വാഗത ഭാഷണം സുദീർഘമായിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഉചിതമല്ലെന്നറിയാം. പുസ്തകത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുന്നതിന് കണ്ണൂരിൻ്റെയും മലയാള സാഹിത്യത്തിൻ്റെയും ഒക്കെ അഭിമാനമായിരിക്കുന്ന ശ്രീ കെ ടി ബാബുരാജിനെ പോലുള്ള വേദിയിലുണ്ട്. പക്ഷേ സുധാകരനെ കുറിച്ചൊന്നും രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. 1984-86 കാലഘട്ടത്തിൽ കണ്ണൂർ SN കോളേജിൽ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചവരാണ് നമ്മൾ പ്രീ ഡിഗ്രി കോമേഴ്സ് ബാച്ച്. അത് കഴിഞ്ഞ് സാഹിത്യത്തോടുള്ള ഒരു താല്പര്യം കൊണ്ട് കോമേഴ്സ് ഉപേക്ഷിച്ച് BA മലയാളം ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ അവിടെയും നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. പക്ഷേ 2ാം വർഷ ബിരുദ പഠനത്തിനിടയിൽ TTC കേട്ടിട്ട് സുധാകരൻ പോവാണ്. പിന്നീട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അധ്യാപക വൃത്തിയിലേക്ക് പ്രവേശിച്ചു. പിന്നീട് നമ്മൾ നിരന്തരമായൊരു സമ്പർക്കമൊന്നും കുറേ കാലത്തേക്ക് ഉണ്ടായിരുന്നില്ല. പഠനകാലത്ത് ഒരു വളരെ ജീനിയസ് ഒന്നും വിളിക്കാൻ പറ്റുന്നൊരു
സ്റ്റുഡൻ്റ് ആയിരുന്നില്ല സുധാകരൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം താലങ്കയിൽ ചേരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം സുധാകരനെ ആദരിക്കുന്നൊരു ചടങ്ങ് അവിടെ നടക്കുകയുണ്ടായി. സുധാകരൻ ഡോക്ടറേറ്റൊക്കെ നേടിയതിന് ശേഷം അതിൻ്റെ പേരിലാണ് അവിടെ ഒരു ആദരവൊക്കെ സംഘടിപ്പിക്കപ്പെട്ടത്. എനിക്ക് സത്യത്തിൽ വളരെ അത്ഭുതം തോന്നി. അപ്പോഴാണ് അറിയുന്നത് സുധാകരൻ സൈക്കോളജി, യോഗ അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ അഗാധമായ അറിവും കഴിവും പ്രാപ്തിയൊക്കെ നേടിയിട്ടുണ്ട്. സത്യത്തിൽ അധ്യാപക വൃത്തിയോടുള്ള താല്പര്യം കൊണ്ട് ഡിഗ്രി കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുന്നേ അഴീക്കോട് പഴശ്ശിരാജ കോളേജിൽ പഠിപ്പിക്കാൻ പോയ ഒരാളാണ്. ഇപ്പോൾ പേരക്കോളേജിലെ അധ്യാപക ജീവിതം വളരെയേറെ ആസ്വദിച്ച് കാലം കടന്നുപോയത് അറിയാത്തതുകൊണ്ട് ഇപ്പോഴും ഞാനൊരു പേരക്കോളേജ് അധ്യാപകനായിട്ടൊക്കെ ശരിയാണ്. പക്ഷെ നിരന്തരമായ പരിശ്രമം, കൃത്യമായ ലക്ഷ്യബോധം, ഇച്ഛാശക്തി, ആത്മവിശ്വാസം തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളുമുണ്ട്. വളരെ ഉന്നതമായൊരു സ്ഥാനത്ത് എത്തിച്ചേരാൻ സുധാകരന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുധാകരൻ എന്നെ ഇന്ന് സ്വാഗത ഭാഷണത്തിനായിട്ട് ഇവിടെ ക്ഷണിച്ചിട്ടുള്ളതും. ഏതായാലും ഞാനെൻ്റെ കർത്തവ്യത്തിലൊക്കെ കിടക്കുകയാണ്. ഇന്ന് ഈ യോഗ നടപടികൾ പ്രകാശന ചടങ്ങ് നിയന്ത്രിക്കുന്നത് ശ്രീ രാജീവൻ എ.ഒ. ആണ്. വെള്ളച്ചാൽ സ്വദേശിയായ ശ്രീ രാജീവൻ മാസ്റ്റർ കാസർഗോഡ് ജില്ലയിലെ സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപകനായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച വ്യക്തിയാണ്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീ രാജീവൻ മാഷിനെ പോലുള്ള ഒരു വ്യക്തിയെ നമുക്കിന്ന് പ്രകാശന ചടങ്ങ് നിയന്ത്രിക്കാൻ ലഭിച്ചത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഇപ്പം രാജീവൻ മാഷിനെ ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ശ്രീ സുധാകരൻ കല്യാസിൻ്റെ കുട്ടികളെ പഠിപ്പിക്കാം പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കണ്ണൂർ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ മേധാവി കണ്ണൂർ DD ശ്രീമതി D. ഷൈനി അവർകളാണ്. DDയെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പുസ്തകം ഏറ്റുവാങ്ങുന്നത് പുരുഷന്മാർക്കുള്ള സർക്കാർ അധ്യാപക പരിശീലന കേന്ദ്രം ഗവൺമെൻറ് TTI മെൻ കണ്ണൂർ, അതിൻ്റെ പ്രിൻസിപ്പൽ ശ്രീമതി അഞ്ജനയാണ്. ഒരു പുസ്തകം ഏറ്റുവാങ്ങുക മാത്രമല്ല, പുസ്തകം പരിചയപ്പെടുത്തലിന് ശേഷം ആശംസാ ഭാഷണം കൂടി നടത്തും. ശ്രീമതി അഞ്ജനയെയും ഞാൻ വേദിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പുസ്തകം പരിചയപ്പെടുത്തുന്നതും പ്രഭാഷണം നടത്തുന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കേവർക്കും അഭ്യുന്നതനായ വളരെ മലയാളത്തിൻ്റെ സാഹിത്യകാരൻ ബാബുരാജ് KT, നമ്മുടെ ബാബുട്ടൻ, അദ്ദേഹത്തിന് ഞാൻ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ആശംസാ ഭാഷണമാണ്. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മൾ നോട്ടീസിൽ പേര് വെച്ചവരിൽ ഒന്നാമത് ശ്രീ K. വിനോദ് കുമാറാണ്. പാലയാട് ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൂർ ഡയറ്റിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ വിനോദ് സർ. അദ്ദേഹത്തിന് പിതാവിന് അസുഖമായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കുറച്ച് നേരത്തെ അറിയിച്ചിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ് TTI മെൻ പ്രിൻസിപ്പൽ ശ്രീമതി അഞ്ജന ആശംസാ ഭാഷണം നടത്തും. ഒരിക്കൽ കൂടി അവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ കണ്ണൂരിലെ നോഡൽ ഓഫീസർ ശ്രീ രാജേഷ്, അതുപോലെ ORC
അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറയുന്ന സംഘടനയുടെ കോർഡിനേറ്ററായിരിക്കുന്ന ശ്രീമതി ഷമിജ, അതുപോലെ സാഹോദര്യ സമത്വ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ ശശീന്ദ്രൻ, അതുപോലെ നമ്മുടെ നാട്ടുകാരനും നാറാത്ത് സ്വദേശിയും കടമ്പള്ളി കോട്ടക്കുന്ന് UP സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപകനും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള ശ്രീ ഗിരീശ്വർ KN, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ആധ്യാത്മിക പ്രഭാഷകൻ കൂടിയായ KN രാധാകൃഷ്ണൻ്റെ സഹോദരൻ ഗിരി ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നോട്ടീസിൽ പേര് വെച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ആശംസാ ഭാഷണത്തിന് തയ്യാറായിട്ട് വന്നിട്ട് വളരെയധികം സന്തോഷമുണ്ട്. റിട്ടയർഡ് അധ്യാപകനും നിലവിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരിക്കുന്ന ശ്രീ രവീന്ദ്രൻ തെടിൽ, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നത് പുസ്തക രചയിതാവ് ശ്രീ സുധാകരൻ കല്യാസാണ്. ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം സുധാകരനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പുസ്തക പ്രകാശന ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന തിരക്കൾക്കിടയിലും എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം ഉപസംഹരിക്കുന്നു. നന്ദി. ഹാപ്പിനെസ് ബുക്സിന്റെ ഈ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്നത് അതിന്റെ ചെയർമാൻ തന്നെയാണ്. സാമൂഹിക പ്രവർത്തകനും ഗ്രന്ഥശാല പ്രവർത്തകനും എന്നീ നിലയിൽ നിറഞ്ഞു നിൽക്കുന്ന റിട്ടയർഡ് പ്രധാന അധ്യാപകൻ കൂടിയായ ശ്രീ KO രാജീവൻ സാറിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയ സുഹൃത്ത് ഡോക്ടർ സുധാകരൻ കല്യാസ്, നമ്മുടെ പ്രിയപ്പെട്ട സുധാകരൻ മാഷിൻ്റെ രണ്ടാമത്തെ പുസ്തകമായ കുട്ടികളെ പഠിക്കാം പഠിപ്പിക്കാം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. പ്രകാശനം ചെയ്യുന്ന ബഹുമാന്യയായ കാസർഗോഡ് കണ്ണൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീമതി D ഷൈനി അവർക്ക് 11 മണിക്ക് തന്നെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ അധ്യക്ഷ ഭാഷണം പിന്നീടാവാമെന്ന് കരുതുന്നു. പ്രകാശനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട DD ശ്രീമതി D ഷൈനി അവരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിച്ചു. വേദിയിലും സദസ്സിലുമുള്ള ഏവർക്കും നമസ്കാരം. ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന ബുക്ക് ഗ്രന്ഥകർത്താവ് 3-4 ദിവസം മുമ്പ് എനിക്ക് തന്നിരുന്നു. തിരക്കുകളുണ്ട്, പൂർണ്ണമായിട്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഇന്നലെ ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു നോക്കിയപ്പം വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. വളർത്താം, പക്ഷേ നല്ല രീതിയിൽ ഒരു നല്ല വ്യക്തിത്വമുള്ള ഒരു പൗരനായിട്ട് വളർത്തിയെടുക്കുക എന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പകാലം, അതായത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് നാൾ ഞാനും കൂട്ടുകുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ അണുകുടുംബത്തിലേക്ക് മാറി. പക്ഷെ ആദ്യത്തെ ആ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് പറയാനാണ്. അപ്പം അച്ഛനും അമ്മയ്ക്കും തിരക്കാണ്, ജോലിയാണെങ്കിലും മറ്റു പല അംഗങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരോടൊക്കെ അപ്പൂപ്പനോടോ അമ്മൂമ്മയോടോ അല്ലെങ്കിൽ അപ്പച്ചി അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ പറയാനും സംസാരിക്കാനും നമ്മളെ കരുതാനും ഒക്കെ ഒരു കൂട്ടം ആൾക്കാരന്ന് നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും അച്ഛൻ അമ്മ മക്കൾ എന്നുള്ള രീതിയിലേക്ക് ചെറിയ കുടുംബത്തിലേക്ക് മാറി. അച്ഛനും അമ്മയും പലപ്പോഴും ജോലിക്കാര്യത്തിനായിട്ട് കുട്ടികൾ ഉണരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. തിരിച്ചു വന്നാലും ഒക്കെ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ പറയാനും അല്ലെങ്കിൽ അവരുടെ സന്തോഷം പങ്കുവയ്ക്കാനും ഒന്നും നമുക്ക് സമയമില്ലാത്ത ഒരവസ്ഥ വരുന്നു. എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഇപ്പം എനിക്കൊരു 30 വർഷത്തെ സർവീസായി. അതിൽ കൂടുതൽ 22 വർഷവും ടീച്ചറായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഓരോ കേസ് ഇതുപോലെ നമ്മൾ പറയുമല്ലോ, ക്ലാസ്സിൽ പ്രശ്നക്കാരനാണ് എന്ന് നമ്മൾ കരുതുന്ന പല കുട്ടികളുടെയും കാര്യങ്ങൾ അന്വേഷിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു
പ്രശ്നം ഉടലെടുക്കുന്നത് വീട്ടിൽ നിന്നാണ്. എല്ലാം എനിക്ക് എൻ്റെ കയ്യിൽ ശ്രദ്ധയിൽപ്പെട്ട മുഴുവൻ കുട്ടികളും ഇതേ രീതിയിൽ പ്രശ്നമുള്ള എന്ന് നമ്മൾ പറയുന്ന, ശരിക്കും അവരല്ല പ്രശ്നക്കാർ എന്ന് നമ്മൾ കാര്യത്തോട് അടുക്കുമ്പോൾ മനസ്സിലാവും. ഒന്നുകിൽ അവരുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ ഇതുപോലെ ജോലിക്കാര്യത്തിന് വേണ്ടി വിദേശങ്ങളിലായിരിക്കാം. അങ്ങനെയുള്ള കേസ് അത് 100% എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതുപോലെ ഈ മറ്റ് ജോലി തിരക്കുകളിൽ നമുക്ക് ഭയങ്കര ടെൻഷനും പിന്നെ മാനസിക സമ്മർദ്ദമൊക്കെ ഉള്ളപ്പോൾ ഏത് രീതിയിലാണ് അത് കുഞ്ഞുങ്ങളോട് അതങ്ങൾ പ്രകടിപ്പിക്കാതെ അവരെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെയുള്ള കുറേയേറെ കാര്യങ്ങൾ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പിന്നെ എന്താണ് സന്തോഷം തോന്നിയ ഒരു കാര്യം, അതിൻ്റെ അവസാന ഭാഗത്ത് കുറച്ച് കഥകൾ അല്ലേ, കൊച്ചു കഥകൾ. ആ കഥകൾ പലതും വായിച്ചപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് ചെറുപ്പകാലത്ത് പറഞ്ഞു തന്ന പല കഥകളും അതിനകത്ത് വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ എന്താണ് എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഞാൻ തിരിച്ചു പോയി. അപ്പോൾ ഇത് ശരിക്കും ഈ ബുക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളിപ്പം വിദ്യാർത്ഥികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, തീർച്ചയായും നിങ്ങളത് വായിക്കണം. വായിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഒരു നല്ല രീതിയിൽ അവർക്ക് പിന്നെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ എല്ലാം ഒരു ചെറിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു അനുഭവം ആ ബുക്കിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയതിനുള്ള ഒന്നും കൂടെ ഞാൻ അദ്ദേഹത്തിന് അർപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഓഫീസിൽ വരും, അവിടെ ചർച്ച ചെയ്ത് കുറച്ച് തീരുമാനം എടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ ചടങ്ങിന് മുഴുവൻ ഇവിടെ ഉണ്ടായിന്. അപ്പോൾ എന്തായാലും ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ എന്നിൽ അർപ്പിച്ച കർത്തവ്യം. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ആ ചടങ്ങ് അല്ലെങ്കിൽ ആ ഉദ്ഘാടന ചടങ്ങ് പ്രകാശന ചടങ്ങ് ഔപചാരികമായിട്ട് നിർവഹിച്ചു എന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഏറ്റവും സന്തോഷത്തോടെ പുസ്തക പ്രകാശനത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ പുസ്തകം പ്രകാശിതമാക്കുന്നത് ഏറ്റവും ഉത്തമമായ കൈകളിലൂടെ തന്നെയാണ്. സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണ കിരീടം നമ്മുടെ സ്കൂളിൽ എത്തിക്കാൻ നേതൃത്വം നൽകിയതും നമ്മുടെ ബഹുമാനീയമായ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ശ്രീമതി ഷൈനി മാഡമാണ്. ഒരുപാട് നന്ദി മാഡം. മാഡത്തിന്റെ സാന്നിധ്യവും വിലയേറിയ വാക്കുകളും ഞങ്ങൾക്ക് എന്നും ഓർമ്മിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഈ പ്രകാശന കർമ്മം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ DD ശ്രീമതി D. ഷൈനി അവർകൾ, അതുപോലെ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ GTTI പ്രിൻസിപ്പൽ ശ്രീമതി അഞ്ജന KV, ബഹുമാന്യായ സാഹിത്യകാരൻ ശ്രീ KT ബാബുരാജ്, ഡയറക്ടർ പ്രിൻസിപ്പൽ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല ശ്രീ വിനോദ് കുമാർ, അതുപോലെ ശ്രീമതി അഞ്ജന KV, SPC ADNO ശ്രീ രാജേഷ്, ORC കോർഡിനേറ്റർ ശ്രീമതി ഷമീജ, സഹോദര്യ സമിതി സംഘ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. ശശിധരൻ, എഴുത്തുകാരനായ ശ്രീ ഗിരീഷ് ബാബു KN, ശ്രീ രവീന്ദ്രൻ, ശ്രീ ദിനേശൻ നാറാത്ത്, അതുപോലെ സദസ്സിലുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കാസർഗോഡ് മുൻ DD ശ്രീ നന്ദികേശൻ സാർ നമ്മുടെ സദസ്സിലിരിക്കുന്നുണ്ട്. അതുപോലെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സുധാകരൻ മാഷിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് കുട്ടികളെ പഠിപ്പിക്കാം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകം കൗമാരം എന്നായിരുന്നു. കൗമാര പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളൊക്കെ
ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമായിരുന്നു കൗമാരം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പിന്നെ സങ്കീർണതകൾ, മാനസികമായ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു പ്രായമാണ് കൗമാരം. ഏകദേശം 19 വയസ്സ് വരെ ആണ് കൗമാരകാലം എന്നൊക്കെ പറയുന്നത്. കുട്ടികളൊക്കെ രക്ഷിതാക്കളിൽ നിന്നും അതേപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്ന, സ്വതന്ത്രമായി ചലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. നമുക്കറിയാൻ നമ്മുടെ +2 തലത്തിലും ഒക്കെ ഉണ്ടാകുന്ന, ഒരു 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും എല്ലാം ഉണ്ടാകുന്ന കുട്ടികളെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൽ വരുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അവരുടെ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ വളരെ ലളിതമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് കൗമാരം. അതിൻ്റെ തൊട്ട് താഴേക്ക്, കൗമാരത്തിൽ നിന്ന് അദ്ദേഹം താഴേക്ക് വരികയാണ്. തന്നെ ശൈശവം മുതൽ ബാല്യകാലം വരെയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങളാണ് ഈ ഒരു പുസ്തകത്തിലൂടെ, കുട്ടികളെ പഠിപ്പിക്കാം എന്ന പുസ്തകത്തിലൂടെ ചർച്ച ചെയ്യുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ, പിന്നെ രക്ഷാകർത്താക്കളെ ഉദ്ദേശിച്ചിട്ടുള്ള ഇത്തരം പുസ്തകങ്ങൾ, മിക്കവാറും പുസ്തകങ്ങളൊക്കെ കൗമാരകാലവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളായിരിക്കും. എന്നാൽ ഈ പ്രീ പ്രൈമറി ഘട്ടം മുതൽ ഏകദേശം 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള മനഃശാസ്ത്രപരമായും അതേപോലെ അത് ബോധനശാസ്ത്രപരമായും സാമൂഹ്യ ശാസ്ത്രപരമായും ഒക്കെ ഒരു കുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെ എങ്ങനെ രക്ഷിതാക്കൾ നേരിടണം, രക്ഷിതാക്കൾ ആ കുട്ടികളെ പഠിക്കുന്നത് എങ്ങനെ എന്നതിനെപ്പറ്റി വളരെ വിശദമായി ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഞാനൊക്കെ 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ചത് 1970 കാലഘട്ടത്തിലാണ്. അപ്പോൾ 1900 ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ സമൂഹവും നമ്മുടെ രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും ഒക്കെ മാറി വരുന്നുണ്ട്. 70-ലുള്ള കുട്ടിയല്ല ഇപ്പോൾ ഉള്ളത്. 70-ൽ തന്നെ ഓരോ ഘട്ടത്തിലും, ചിലപ്പോൾ 70 മുതൽ ഒരു 90 വരെയുള്ള കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളും ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകും. ഞാനൊക്കെ 90-കളിൽ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ വേണ്ടി സ്കൂളിൽ പോയ സമയത്ത് അപ്പോഴൊന്നും ഈ രക്ഷാകർതൃ സംഘടനകളുടെ പേരിന് മാത്രമേ രക്ഷാകർതൃ സംഘടനകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷമാണ് നമ്മുടെ ഈ ക്ലാസ് PTA വരുന്നതും. ക്ലാസ് PTA കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് 90-ന് ശേഷമാണ്. പേരിനൊരു രക്ഷാകർതൃ സംഘടനയുണ്ട്, കൃത്യമായ കൊല്ലത്തിൽ പിന്നെ അതിൻ്റെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുമെന്നല്ലാതെ കൃത്യമായ രീതിയിൽ ഒരു CPTA ക്ലാസ്സുകളിലൊന്നും ഉണ്ടായിട്ടില്ല. അത് പിന്നീട് 90-ന് ശേഷമാണ് അധ്യാപകർക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ പരിശീലനം. ഞാൻ 90-കളിൽ എനിക്ക് പിന്നെ കാസർഗോഡ് നീലേശ്വരത്ത് എംപ്ലോയ്മെന്റിൽ കിട്ടുമ്പോഴുള്ള അനുഭവമൊക്കെ പറഞ്ഞാൽ തീരൂല, അങ്ങനെയുള്ള അനുഭവങ്ങളാണ്. അതൊന്നും പറയേണ്ട സമയം ഇതെല്ലാമെന്നറിയാം. അപ്പോൾ നാഷണൽ ഹൈവേയിലുള്ള, നീലേശ്വരത്തെ നാഷണൽ ഹൈവേന് അടുത്തുള്ള ഒരു സ്കൂൾ എത്ര വേണ്ടി കിട്ടും. ഗണിതശാസ്ത്ര അധ്യാപകനായതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോസ്റ്റ് കിട്ടും. അപ്പോൾ നാഷണൽ ഹൈവേക്ക് അടുത്തുള്ള ഒരു സ്കൂളിൽ പിന്നെ പോയി വരാനുള്ള സൗകര്യത്തിന് ആ സ്കൂളിൽ പോയപ്പോൾ ഇപ്പോൾ പിന്നെ ഒരു കുട്ടിയും പാസ്സാകാത്ത സ്കൂളിൽ, അന്ന് ഒരു കുട്ടിയും പാസ്സാകാത്ത സ്കൂളായിരുന്നു, അത് പാസ്സാകാത്ത സ്കൂളായിരുന്നു SSLCക്ക്. അപ്പോൾ അവിടെ രക്ഷിതാക്കളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ദിവസവും ജനല്, കമ്പിയില്ലാത്ത ജനലാണ്, ജനലിൽ നിന്ന് പുറത്ത് ചാടി പോകുന്ന കുട്ടികളെ പിടിക്കാൻ വേണ്ടി 1-2 രക്ഷിതാക്കൾ ഡ്യൂട്ടിയിൽ ഉള്ള ഒരു കാലമായിരുന്നു 90-കളിലൊക്കെ. ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊന്നുമില്ല. കുട്ടികൾ സ്കൂളിൽ നിന്ന് പോകില്ല എന്ന് മാത്രം, സ്കൂളിൽ തന്നെ ഉണ്ടാകും കുട്ടികൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം നമ്മുടെ പിന്നെ കുട്ടികളിലും രക്ഷിതാക്കളിലൊക്കെ മാറിയിട്ടുണ്ട്. ഒരു മാറ്റം ഈ കോവിഡിന് ശേഷം ഈ ഒരു 5-6 വർഷം കൊണ്ട് ഒരുപാട് മാറ്റം, ഒരു 10-40 കൊല്ലത്തിനിടയിലേക്കാളും എത്രയോ വലിയ മാറ്റം കോവിഡിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്ക് നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം നൽകി. അതിനുശേഷമുണ്ടായ മാറ്റം, ഒരുപാട് മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പിന്നെ പരിണത ഫലം എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. 4ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്ത വാർത്തകൾ പത്രങ്ങളിൽ വരുന്നു. കുറേ പണ്ട് അങ്ങനെയുള്ള വാർത്തകളൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. നമ്മുടെ കണ്ണൂർ ജില്ലയിലും നമ്മുടെ സമീപത്തുള്ള ജില്ലകളിലൊക്കെ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും വരെയുള്ള കുട്ടികൾ പിന്നെ ആത്മഹത്യ ചെയ്ത വാർത്തകൾ പത്രങ്ങളിൽ വരും. നമ്മൾ അതറിയും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇപ്പോൾ രക്ഷിതാക്കൾ ഈ പറഞ്ഞ രീതിയിൽ കുട്ടികളെ ശരിയായ രീതിയിൽ നമ്മൾ പഠിക്കണം. ആ പഠിച്ചതിന് ശേഷം വേണം അവരെ പഠിപ്പിക്കേണ്ടത്. ഇതൊക്കെ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ അതിനുള്ളൊരു മാറ്റം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, ഇതിപ്പോൾ രക്ഷിതാക്കളെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്.
അപ്പോൾ ഇതിൽ ഏതൊക്കെ രീതിയിൽ പിന്നെ രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു പുസ്തകമാണ്, സ്ഥിരമായ എല്ലാ വീടുകളിലൊക്കെ കാണുന്ന പുസ്തകമാണ് ഒരു വിസ്തൃത മനപ്പാഠം. ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അറിയില്ല. വിസ്തൃത മനപ്പാഠം എന്നൊരു പുസ്തകം എല്ലാവരുടെയും ഉണ്ടാവും. നമ്മൾ അതിൽ ഗുണനഷ്ടം എന്നുള്ളത് പഠിക്കും. 16 വരെയല്ല പഠിക്കും. അന്നേരം നമ്മൾ പഠിച്ച 16 വരെയാണ്. 16 256 നമ്മൾ അവസാനിപ്പിക്കുന്നു. 1-2-2 തുടങ്ങി 16 256 നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ അത് ബൈഹാർട്ട് പഠിക്കും. ചിങ്ങം കന്നി എന്നുള്ള പഠിക്കും. പിന്നെ അശ്വതി ഭരണി എന്നുള്ളത് ബൈഹാർട്ട് പഠിക്കും. സ്കൂളിൽ എത്തുന്നതിന് മുമ്പിൽ തന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ അതില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പല കഥകളിലൂടെയും മുത്തശ്ശിമാർ പറയുന്ന കഥകളിലൂടെ അങ്ങനെ കഥകളൊക്കെ ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കുട്ടികളെ കൂടുതൽ പഠിപ്പിക്കാനും നല്ല രീതിയിൽ കുട്ടികളെ മനസ്സിലാക്കിയെടുക്കാനും അവരെ ഒക്കെ ഈ ഒരു പുസ്തകം പിന്നെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഒരു പുസ്തകം അതിനെല്ലാവർക്കുമുള്ള ഒരു പിന്നെ കുട്ടികളെ പഠിക്കാനും അതിനുള്ള എല്ലാ ഒരു കാര്യത്തിനും ഈ പുസ്തകം ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് സുധാകരൻ മാഷോട് പറയാനുള്ളത്, അടുത്ത ഘട്ടം ഒരു 2 കൗമാരം കഴിഞ്ഞു, ഇപ്പോൾ ശൈശവം മുതൽ ബാല്യം വരെയായി. ഇനി ഇത് രക്ഷാകർത്താക്കൾക്കുള്ള പുസ്തകമാണ്. ഇനി കൊടുക്കേണ്ടത് അധ്യാപകർക്കുള്ള പുസ്തകമാണ്. അധ്യാപകരിപ്പോൾ ഞാൻ 2022 റിട്ടയർ ചെയ്ത ഒരു അധ്യാപകനാണ്. അപ്പോൾ യാത്രയപ്പ് വേളയിൽ പലപ്പോഴും പല അധ്യാപകരും ആശംസിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ്. നിങ്ങൾ രക്ഷപ്പെട്ടു മാഷേ, ഇനി നമ്മളെ കാര്യം നമുക്കിനി ഒരു 4-5 വർഷം കൂടി ഉണ്ട്. ഇതിനി മുന്നോട്ട് എങ്ങനെ കൊടുക്കും? കാരണം കുട്ടികളില്ല കൃത്യമായ രീതിയിൽ മാനസിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു ശേഷി ഇപ്പോഴുള്ള അധ്യാപകർ കൈവരിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്ന ഈ ആശംസാ വാചകത്തിലൂടെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കുട്ടികളെ ഈ ഒരു കാലഘട്ടത്തിൽ, ഇപ്പൊ നമ്മൾ പറയുന്ന ജൻസി കാലഘട്ടത്തിൽ കുട്ടികളെ മനസ്സിലാക്കിയെടുക്കാനുള്ള ആ ലെവലിലേക്ക് നമ്മുടെ അധ്യാപകർ എത്തിയിട്ടില്ല എന്ന് വേണം അവരുടെ ആശംസാ വാചകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠനം കൂടി നടത്തി വളരെ ശാസ്ത്രീയപരമായ രീതിയിലുള്ള പുസ്തകമാണ് ഈ 2 പുസ്തകങ്ങൾ നമ്മൾ പിന്നെ വായിച്ചെടുത്തോളം മനസ്സിലാവുന്നത്. അങ്ങനെ ശാസ്ത്രീയപരമായ രീതിയിൽ അധ്യാപകർക്ക് കൂടി ഉപകാരപ്രദമാവുന്ന ഒരു പുസ്തകമാവട്ടെ അദ്ദേഹത്തിൻ്റെ അടുത്തത് എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ, താങ്ക് യു സാർ. അടുത്തതായി മലയാള ചെറുകഥാ ലോകത്ത് പുത്തൻ കഴിവെട്ടി ശക്തി അവാർഡിലൂടെ കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ. വർഷങ്ങൾക്കിപ്പുറവും അതേ ചെറുപ്പടെ നിരവധി പുസ്തകങ്ങളിലൂടെ അവാർഡുകളിലൂടെ സാഹിത്യ ലോകത്ത് നിറസാന്നിധ്യമായി മാറിയ ശ്രീ KT ബാബുരാജ്. കണ്ണൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൻ്റെ ഐക്കൺ അദ്ദേഹം തന്നെയാണ്. കുട്ടികളെ പഠിപ്പിക്കാം എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നതിനൊപ്പം അതേ വിഷയത്തിൽ പ്രൗഢഗാംഭീര്യമായ ഒരു പ്രഭാഷണവും നമുക്ക് കേൾക്കാം. ഈ വേദിക്കു വേണ്ടി ഏറെ ആദരവോടെ ബാബു സാറിനെ നമുക്ക് ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. സുധാകരൻ മാഷുമായിട്ട് ദീർഘകാലമായിട്ടുള്ള പരിചയമാണ്. ആ പരിചയം അദ്ദേഹത്തിൻ്റെ അധ്യാപന മേഖലയായിട്ടും എൻ്റെ എഴുത്ത് മേഖലയായിട്ടും കൂട്ടിച്ചേരുന്ന ഇടങ്ങളിലൊക്കെയാണ് ഇങ്ങനെ പുഷ്ടി പ്രാപിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. അദ്ദേഹം 2 പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഇതിനു മുന്നേ കൗമാരം, ചില കൗൺസിലിംഗ് പാഠങ്ങൾ എന്നുള്ള പുസ്തകം, ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാം എന്നുള്ള പുസ്തകം. ഈ 2 പുസ്തകമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ കൂടിയാണ്. കാരണം ഈ 2 പുസ്തകത്തിലും നിങ്ങൾ ആദ്യം കാണുന്നത് ഈ കവർ ചിത്രമാണ്. ഈ 2 പുസ്തകത്തിൻ്റെ കവർ ചിത്രം രൂപകൽപ്പന ചെയ്തത് ഞാനാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ആ പുസ്തകം ഒരുപക്ഷെ ആദ്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ 2 ഗ്രന്ഥങ്ങളുടെയും സവിശേഷത. പ്രത്യേകിച്ചിട്ട് ഒരു തലമുറയെ തന്നെ വാർത്തെടുക്കുന്ന സുപ്രധാന പ്രവർത്തനങ്ങളിലൊന്നായിട്ടുള്ള അധ്യാപനം നമുക്ക് വളരെ പേടിയോടുകൂടിയാണ് ഇന്നത്തെ കുട്ടികളെയൊക്കെ നോക്കിക്കാണേണ്ടത്. ഇന്നലെ പോലും സത്യത്തിൽ ഒരു TV വാർത്തയൊക്കെ കണ്ട് അത് തന്നെ മൊബൈൽ ഫോണിലൊക്കെ കണ്ടിട്ട് ഉടൻ കാണാൻ പറ്റുന്നില്ല.
വളരെ അക്രമോത്സുകരായിട്ട് അക്രമാസക്തരായിട്ട് സ്വന്തം സഹപാഠിയോ സ്നേഹിതനെയോ ചങ്ങാതിയോ ഒക്കെ കടിച്ച് കീറത്തക്ക വിധത്തിൽ അക്രമോത്സുകരായിട്ട് എങ്ങനെയാണ് നമ്മുടെ പുതുതലമുറയിലെ ഒരു വിഭാഗം ഇങ്ങനെ മാറിപ്പോകുന്നത് എന്നുള്ള പേടിയിലാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങൾ രാത്രി ഉറങ്ങുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കറിയാം, പല കാരണങ്ങൾ നമ്മൾ പറയും. പക്ഷേ ഈ പ്രശ്നങ്ങൾ, ഒരു കുട്ടിയുടെ പ്രശ്നം എന്താണ് എന്ന് കാര്യമായിട്ട് ആരും ചിന്തിക്കില്ല. കാരണം കുട്ടികളല്ലേ, നമ്മളെപ്പോഴും കുട്ടികളെ എപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരു ശീലമുണ്ട്. അത് കുട്ടികളല്ലേ എന്ന് പറയും. പക്ഷെ കുട്ടികൾ തിരിച്ചു പറയുന്ന ഒരു കാലം വന്നു ചേർന്നിരിക്കുകയാണ്. കാരണം അത്ര ചെറുതായിട്ട് കാണേണ്ടുന്നവരല്ല കുട്ടികൾ എന്നുള്ളതാണ്. കാരണം അവരെ ഒരു മനുഷ്യനെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള മറ്റു മനുഷ്യരും ഈ സമൂഹമാകെ തന്നെയാണ്. അത് ഓർമ്മിക്കേണ്ടത്. ഞാൻ ഈ അടുത്ത കാലത്ത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവാനുള്ള ഒരു വളരെ വൈറലായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട്. ഒരു കുഞ്ഞു കഥയാണ്. സംഭവിക്കുന്നത് ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രൈമറി സ്കൂളിലെ ടീച്ചർ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് വളരെ സങ്കടത്തോടെ കരഞ്ഞ് മൂക്കെല്ലാം ചുറ്റിക്കൊണ്ട് പിന്നെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് അവരുടെ ഭർത്താവ് ഇരിക്കുന്നുണ്ട്. ഭർത്താവ് ചോദിച്ചു, എന്ത് പറ്റി നിൽക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരൊന്നും പറയാതെ ഓടി ചെന്ന് ബാഗൊക്കെ ചാടി അവരുടെ മുറിയിലെ കിടക്കയിൽ കുമ്പിട്ട് അങ്ങ് വീണ് പിന്നെയും കരയാണ്. അപ്പോൾ ഭർത്താവ് പിന്നാലെ ചെല്ലുകയാണ്. ചെന്നിട്ട് വിളിച്ചു, എന്താ എനിക്ക് പറ്റിയ കാര്യം പറയാമെന്ന് പറഞ്ഞു. അവസാനം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴവർ പറഞ്ഞു, ഇന്ന് എൻ്റെ സ്കൂളിലൊരു സംഭവം ഉണ്ടായി. എന്താണ് സംഭവം? ഇന്ന് ടീച്ചർ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർ ലീവായിരുന്നു. അതുകൊണ്ട് എനിക്ക് മറ്റൊരു ക്ലാസ്സിൽ പോകേണ്ടി വന്നു. അപ്പോൾ സാധാരണ അറിയാം, ടീച്ചർ ഒരില്ലെങ്കിൽ പകരം പോകുന്ന ടീച്ചർമാർ കൊടുക്കുന്ന ചില വർക്കുകളുണ്ട് കുട്ടികൾക്ക്. ഒന്നുകിൽ ചിത്രം വരാൻ പറയും, അല്ലെങ്കിൽ എന്തൊരു വിഷയം കൊടുത്ത് എഴുതാൻ പറയും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കും. അപ്പോൾ ഞാൻ സാധാരണ എല്ലാ ടീച്ചർമാരും കൊടുക്കുന്ന പോലെ വിഷയം കൊടുക്കും. എന്താണ്, നിങ്ങൾക്ക് ആരാവണം എന്നുള്ള പതിവ് ടീച്ചർമാരുടെ ചോദ്യം ബോർഡിൽ ഇട്ട് കൊടുക്കുകയും അതിനെക്കുറിച്ച് എഴുതാൻ പറയുകയും ചെയ്തതാണ്. കുട്ടികളെല്ലാം വളരെ ആവേശത്തോടെ തങ്ങൾക്ക് ആരാവണം എന്ന് എഴുതിയെന്നാണ്. എഞ്ചിനീയറും ഡോക്ടറും സിനിമാക്കാരനും നടനും പലതും അങ്ങനെ വന്നു. പക്ഷെ ഒരു പേപ്പറിലെത്തിയപ്പോഴേ ടീച്ചർ ഒന്ന് നിന്നു. ആ കുട്ടിയുടെ പേപ്പറിൽ നോക്കിയപ്പോഴും കണ്ടത് ആ കുട്ടി എഴുതി വച്ചിരിക്കുന്നത് എനിക്കൊരു മൊബൈൽ ഫോൺ ആവണം എന്നാണ്. അപ്പോൾ ടീച്ചർ കൗതുകം തോന്നുകയും വീണ്ടും ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് അത് വായിക്കുകയും ചെയ്യാണ്. അപ്പോഴാണ് അതിൽ എഴുതിയിരിക്കുന്നത്, അച്ഛനും അമ്മയ്ക്കും ഫോണിനോട് എന്ത് ഇഷ്ടമാണ്. എപ്പോഴും തൊട്ടും തലോടിയും ചിരിച്ചും വർത്തമാനം പറഞ്ഞും ഒക്കെ ചെലവഴിക്കുന്നത് ഈ ഫോണിനോടാണ്. ഒപ്പം ഇവിടെ പോകുമ്പോഴും കൂട്ടും. എന്തിന്, കിടന്നുറങ്ങുമ്പോൾ പോലും തലക്കരികിൽ വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. എനിക്കൊരു മൊബൈൽ ഫോണായാൽ മതി. ഇത്രയും കുട്ടി എഴുതിയിട്ടുള്ളൂ. ഇത് നിർമ്മിച്ച കഥയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ അധികമായിട്ടുള്ളൊരു ആന്തരികമായ ഒരു ഒഴുക്കുണ്ട് ഈ കഥയ്ക്ക്. അതിലൂടെ ഒരു കുട്ടി അത്രയും കഴിഞ്ഞിട്ട് പിന്നെയും ഭർത്താവിനോട് ചോദിക്കുന്നത്, അതിന് ഏതൊരു കുട്ടി ഇങ്ങനെ എഴുതിയാൽ നീ എന്തിനാണ് ഇത്രമാത്രം സങ്കടപ്പെടുന്നത്? ആ കുട്ടിയോട് പറഞ്ഞ് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കുകയാണ്. അപ്പോഴാണ് ടീച്ചർ വീണ്ടും ഒന്നുകൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്, അത് എഴുതിയ കുട്ടി നമ്മുടെ കുട്ടിയായിരുന്നു എന്നാണ്. അവിടെയാണ് ഈ കഥ തീരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചിലപ്പോൾ ഒരു നിർമ്മിത കഥയാവാം. പക്ഷെ എന്തായാലും ഈ കഥ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ആശയമുണ്ട്. ഒരുപക്ഷെ ഈ ആശയത്തെയാണ് പല രീതിയിൽ സുധാകരൻ മാഷ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. കുട്ടികൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ഇന്നത്തെ കാലത്ത്. നമ്മളൊന്നും വളർന്നതുപോലെയല്ല, ഇല്ലായ്മയുടെ മുള്ളുമുനകളെ ഏറ്റിട്ടൊന്നുമല്ല പുതിയ കുട്ടികൾ വളരുന്നത്. അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ വളരെ, നമ്മൾ അതാണ് കണക്കൂട്ടുന്നത്. നമുക്ക് പോലും കിട്ടാത്ത എന്തെല്ലാമാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്. നമുക്ക് നേരമണം വസ്ത്രം ഉണ്ടായിട്ടില്ല, നേരമണം പുസ്തകങ്ങൾ ഉണ്ടായിട്ടില്ല. എത്രയോ കിലോമീറ്ററുകൾ ഈ ബാഗും പേര് നടന്നിട്ടാണ് സ്കൂളിൽ പോയിട്ടുള്ളത്. അവിടെയാണെങ്കിൽ ഉപ്മാവോ പച്ചവെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ യുവന്മാർക്ക് എന്താണ്, ഇവർക്ക് തിന്നാത്ത പ്രശ്നമേ ഉള്ളൂ. തിന്നിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പാടാണ്ട് പെടുന്നത്. അപ്പം ഇത്രയധികം സൗകര്യമുള്ള കുട്ടികളാണെന്നാണ് നമ്മൾ കുട്ടികളെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പണ്ട് ഏതോ സുവിശേഷത്തിൽ പറഞ്ഞ പോലെ ഒരു മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ഒരു പ്രഖ്യാപനം ഇവിടെ ഉണ്ട്, ഒരു സുവിശേഷത്തിലുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഒരുപാട് ഭക്ഷണം കിട്ടിയതുകൊണ്ട് ഒരുത്തൻ്റെ ജീവിതം, ഒരു കുട്ടിയുടെ ഒരു മനുഷ്യൻ്റെ ജീവിതമാവുന്നില്ല.
അതിനപ്പുറത്ത് ഒരാളെ രൂപപ്പെടുത്തുന്നതിൽ മറ്റ് സാമൂഹ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇഴചേരേണ്ടതുണ്ട്. അങ്ങനെ ലഭിക്കാതെ പോകുന്ന ചിലരാണ് കുട്ടികളെ മറ്റൊരാളായിട്ട് തീർക്കുന്നതെന്നാണ്. വളരെ ചെറിയ കുട്ടികൾ പോലും ഇപ്പോൾ വല്ലാതെ ഏകാന്തത അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ത്രെഡ് എങ്ങനെയായിരുന്നു, സ്കൂൾ വിട്ട് വന്ന അച്ഛനും അമ്മയും നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, അവർ ജോലി കഴിഞ്ഞിട്ട് വരാൻ വൈകും. അപ്പോൾ ഒരു ദിവസം സ്കൂൾക്കാരൻ, ഓട്ടോറിക്ഷക്കാരൻ കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് ബാഗിനെയും കുട്ടീനെയും കൊലായിലേക്ക് തള്ളിയിട്ട് അവരങ്ങ് പോകും. പിന്നെ ഈ കുട്ടി അച്ഛനും അമ്മയും വരുന്നത് വരെ ആ ഉമ്മറത്തെണ്ണയിൽ ഈ ബാഗ് വെച്ച്, കാരണം വീട് പോലും തുറന്നിട്ടുണ്ടാവില്ല, ഇരിപ്പാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ഏകാന്തത അനുഭവിക്കുന്ന ഒരു കുട്ടിയുടെ മുന്നിലേക്ക് ഏതെങ്കിലും ഒരു അദൃശ്യ കരം നീണ്ടു വന്ന് വരൂ, എന്നോടുകൂടെ വരൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ ഇറങ്ങിപ്പോകും. ആ കുട്ടി ചിലപ്പം മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് പോകും, പല സാമൂഹ്യ വിപത്തുകളിലേക്ക് ഒക്കെ പോയെന്ന് വരും. അപ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്നാണ്, പക്ഷെ അവർക്കെല്ലാം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇത്തരം പ്രശ്നങ്ങളെ, ഒരു കുട്ടിയുടെ സാമൂഹ്യവും ഈ പറയുന്ന ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളെ ഏറ്റവും നന്നായിട്ട് വിവരിക്കുന്നു, വിശദീകരിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇത് മറ്റൊരു പ്രത്യേകത, ഇത് നമ്മളെ മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും മുതിർന്നവർക്ക് പലപ്പോഴും അങ്ങനെയാണ്, ഈ ടീച്ചർമാർക്ക് പലപ്പോഴും കുഴപ്പമുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അവരെപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവർ പലപ്പോഴും പഠിക്കാൻ മറക്കുന്നതാണ്. അവർ കുട്ടികളെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കും, പക്ഷേ പലപ്പോഴും അവരെ പഠിക്കാൻ മറക്കുന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഷൗക്കത്തിൻ്റെ ഒരു ചെറിയൊരു പ്രഭാഷണ ശകലം കാണാനുണ്ടായി. അദ്ദേഹം പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് അഗ്രസീവ് ആവുകയോ ഒക്കെ ചെയ്യുന്നത് ആരുടെ മുമ്പിൽ, ആരുടെ അടുത്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ആരാണോ അവരിൽ നിന്നാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റാരെങ്കിലും വിളിച്ചാൽ ഞാൻ ഒരുപാട് സമയം ഫോണിൽ സംസാരിക്കുകയും വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചാൽ പിന്നെ പറയാം സംസാരിക്കാൻ പറയും, ഉടനെ അത് കട്ട് ചെയ്യുകയും ചെയ്യും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഭാര്യയുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കുട്ടികൾ എങ്ങനെയാണ്, സ്കൂളിലെ കുട്ടികളൊപ്പം ഏറ്റവും കൂടുതൽ കഴിയുന്നതാണ്. ചിലപ്പോൾ അതുകൊണ്ടാണ് ഒരു കുട്ടി വന്നിട്ട് ഒരു കഥ പറയാൻ, എന്തെങ്കിലും ഒരു കാര്യം പറയാൻ നമ്മളോട് ശ്രമിക്കുന്നു. അധ്യാപകൻ എന്ത് ചെയ്യുന്നു, അല്ലെ അധ്യാപിക എന്ത് ചെയ്യുന്നു, കേട്ടു, ഒന്ന് കേട്ടു, പിന്നെ രണ്ടാമതും കേട്ടു, പിന്നെ കുട്ടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരി, ഓക്കെ, നന്നായിട്ടുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെന്ത് ചെയ്യുന്നു, അവർ നമ്മൾ മടക്കി പറഞ്ഞേക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു തരം അകറ്റൽ നടക്കുന്നു. സ്വാഭാവികമായിട്ട് കുട്ടിക്കുണ്ടാകുന്ന ഒരുതരം ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഈ ഫ്രസ്ട്രേഷൻ്റെ തുമ്പത്താണ്, അവൻ്റെ ഇച്ഛാഭംഗത്തിൽ നിന്നാണ് അവൻ്റെ പല പ്രശ്നങ്ങളും തുടങ്ങുന്നതെന്നുള്ളതാണ്. നമ്മൾ കാണുന്ന അനേകം കാര്യങ്ങളുണ്ട്. നമ്മൾ സത്യത്തിൽ ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്നതിൽ ചില കാര്യങ്ങളല്ല, അനേകം കാര്യങ്ങളുണ്ട്. ശരിക്കും ഏറ്റവും ആദ്യത്തെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് നമ്മുടെ വീട്ടകങ്ങളിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നേരത്തെ നമ്മൾ ഉദ്ഘാടക നമ്മുടെ DD പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഏറ്റവും വീട്ടകങ്ങളിലാണ് ആദ്യത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഒരു കുട്ടി നേരിടുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് സൗകര്യങ്ങളുടെ മടിത്തട്ടിലേക്ക് അവരെ തള്ളുമ്പോഴും നമ്മൾ അവർക്ക് കൊടുക്കാൻ പിശുക്ക് കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ മറ്റെന്തിനേക്കാൾ അവർക്ക് വേണ്ടിയിരുന്നത് അത്തരം കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഇതൊരു പ്രധാനപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മളൊരു കുട്ടിയെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കുറിച്ച് പറയാറ്, അവരുടെ മസ്തിഷ്കം എന്നത് ഈ നനഞ്ഞ കളിമണ്ണ് പോലെയാണ്. ഈ നനഞ്ഞ കളിമണ്ണിലേക്ക് നമ്മൾ എങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ രൂപങ്ങൾ മാറും. ഈ ചില ആൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ കളിമണ്ണ് മനോഹരമായ ഒരു ശില്പമായിട്ട് മാറും. ചിലർ കൈകാര്യം ചെയ്താൽ അത് വികൃതമായ മറ്റൊരു കോലമായിട്ട് മാറും. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിലെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികളെ, നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞൊരു വാചകമാണ്, കുട്ടികളെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. വളരെ ചെറിയ കുട്ടിയിൽ പോലും നമ്മൾ കാണാത്ത ഒരു പക്ഷേ അവർ ആ കാലം കൊണ്ട് ആർജിച്ചിട്ടുള്ള വലിയ വലിയ ഒരുപാട് ആശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ ഈ അടുത്ത കണ്ടിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു സിനിമയുണ്ട്. വെറും 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയാണത്. മക്കളിൽ മൊബൈൽ ഫോണിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. സിനിമ ഒരു ക്ലാസ് മുറിയാണ് വിഷയം. ക്ലാസ് മുറിയിൽ ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, കുട്ടികളൊക്കെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ലഞ്ച് ബ്രേക്കിനുള്ള മണി മുഴങ്ങാണ്. കുട്ടികളൊക്കെ അവർ അതുവരെ പഠിച്ച പുസ്തകങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് എല്ലാവരും തങ്ങളുടെ മറ്റേ ബാഗ് എടുത്ത് വെച്ച് സിബ് തുറന്നിട്ട് ഈ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തിട്ട് കഴിക്കാനുള്ള ഭാവത്തിൽ മേശപ്പുറത്തെടുത്ത് വെക്കുന്നു. എല്ലാവരും അതിനെ മൂടി തുറക്കുന്നു, ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നു, ഒക്കെ ചെയ്യാണ്. അപ്പോൾ കൂട്ടത്തിൽ ഒരു കുട്ടി മാത്രം
അവൻ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കുന്നുണ്ട്. ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് അവൻ ശ്രദ്ധിക്കുന്നത്. എല്ലാവരും ഭക്ഷണം കഴിച്ചു കൊടുക്കുമ്പോൾ അവനും പതുക്കെ അവൻ്റെ ടിഫിൻ ബോക്സ് പതുക്കെ ആരും കാണാതെ തുറക്കുകയാണ്. അവൻ്റെ കൈ വിഭ്രമത്തോടെയാണ് അതിൻ്റെ അകത്തേക്ക് ചെല്ലുന്നത്. അവൻ്റെ കൈ ആ പാത്രത്തിനകത്ത് എത്തുന്നതിന് മുമ്പേ ക്യാമറയുടെ ഒരു കണ്ണ് ആ പാത്രത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, കാണുന്നവർക്ക് മനസ്സിലാവുക, ആ പാത്രത്തിലൊന്നുമില്ല. പക്ഷെ തൻ്റെ ഇല്ലായ്മയെ, തൻ്റെ ദാരിദ്ര്യത്തെയോ മറ്റെന്തോ അവസ്ഥ ഉണ്ടായിരിക്കാം ഭക്ഷണം ഇല്ലാതെ പോയത്, അതിനെ മറ്റു കുട്ടികൾ അറിയുന്നതിൽ അവനൊരു നാണക്കേട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്നത് അതിൽ നിന്നെന്തോ വാരുന്നത് പോലെ അഭിനയിക്കുകയും ചവക്കുന്നത് പോലെ നടിക്കുകയും ചെയ്ത് പാത്രം അടച്ചു വെക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ, അത് കഴിച്ചു കഴിഞ്ഞാൽ പാത്രം അവിടെ വെച്ചു. അവൻ കൈ കഴുകാനായിട്ട് പുറത്തേക്ക് പോകണം. സ്കൂളിൻ്റെ മുറ്റത്ത് തുറന്ന് ടാപ്പ് തുറന്നിട്ട് അവോളം വെള്ളം 2 കൈകളിലും കോരി കുടിച്ച് മുഖമൊക്കെ കഴുകി ഭക്ഷണം കഴിച്ച പോലെ വരുത്തി അവൻ വീണ്ടും ക്ലാസ് മുറിയിലേക്ക് വരികയാണ്. വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, വരുമ്പോൾ മറ്റു കുട്ടികളൊക്കെ അവരുടെ ഭക്ഷണം ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കഴിച്ചു കഴിഞ്ഞതാണല്ലോ. വന്ന് അവൻ അലസമായി അവിടെ ഇരുന്നു. ഈ പാത്രം പതുക്കെ എടുത്തിട്ട് ബാഗിൽ വെക്കാനായിട്ട് വീണ്ടും ഇങ്ങനെ എടുക്കുകയാണ്. ഇങ്ങനെ ഈ പാത്രം ടിഫിൻ ഇങ്ങനെ ഒന്ന് പൊന്തിച്ചപ്പോഴാണ് അവനൊരു സംശയം. നേരത്തെ ഇല്ലാത്ത ഒരു ഭാരം ഈ പാത്രത്തിനുണ്ടോ എന്നൊരു സംശയം. അപ്പൊ സംശയത്തോടെ അത് വീണ്ടും അവിടെ വെച്ചിട്ട് ഒന്നുകൂടി അങ്ങ് തുറന്നു നോക്കുകയാണ്. ആ തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളൊന്ന്. അതിൽ ഒരു കഷ്ണം സാൻഡ്വിച്ച് ഇരിക്കുന്നുണ്ട്. ജാം പുരട്ടിയ ബ്രെഡിന്റെ ഏതാനും കഷ്ണങ്ങൾ ആ പാത്രത്തിലുണ്ട്. ഒരു കഷ്ണം ആപ്പിള്, മറ്റ് സലാഡിന്റെ കഷ്ണങ്ങൾ എല്ലാം കൊണ്ട് തൊട്ട് കഴിഞ്ഞ നിമിഷം വരെ ശൂന്യമായി കിടന്ന ആ പാത്രത്തിൽ ഏറ്റവും ഇഷ്ടഭോജ്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അവനൊന്നും മനസ്സിലാവുന്നില്ല. അവൻ ഈ സാൻഡ്വിച്ച് എടുത്ത് ചുറ്റും നോക്കുകയാണ്. അപ്പോഴാണ് തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ചങ്ങാതി അവന് സാൻഡ്വിച്ച് ഇങ്ങനെ രസത്തോടെ കഴിക്കുകയാണ്. അവൻ ബ്രെഡ് ഒരു കഷ്ണം എടുത്തിട്ട് നോക്കുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന വേറൊരു കുട്ടി അവളുടെ ബ്രെഡിൽ നിന്ന് ജാം ഇങ്ങനെ പതുക്കെ തൊട്ടിട്ട് ഇങ്ങനെ നക്കിയിട്ട് ഇവരെ കാണാത്തതുപോലെ ഇരിക്കുകയാണ്. ഒരു ആപ്പിളിന്റെ കഷ്ണം എടുത്തിട്ട് അവൻ ഉയർത്തിയപ്പോൾ തൊട്ട് പിറകിലിരിക്കുന്ന ഒരു പെൺകുട്ടി അവളും ആപ്പിൾ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനോട് കഴിച്ചോ എന്നൊരു ആംഗ്യം കാണിക്കുകയാണ്. നിറഞ്ഞ വിഭ്രമങ്ങളിൽ നിറഞ്ഞ ആ കണ്ണുകൾ ഈ നിറഞ്ഞ പാത്രത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ക്യാമറ കട്ട് ഓഫ് ആകുക കഴിഞ്ഞു. സിനിമ കഴിഞ്ഞു. സത്യത്തിൽ 1 മിനിറ്റേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏതെങ്കിലും വലിയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടോ അല്ലെങ്കിൽ വലിയ പാഠങ്ങളൊക്കെ കേട്ടിട്ടോ ക്ലാസ്സുകൾ കേട്ടിട്ടോ ഒക്കെ കിട്ടുന്നതിനേക്കാൾ എത്രയോ വലിയ ഒരു അറിവും സന്ദേശവും ഈ ഒരു കുഞ്ഞു സിനിമ തരുന്നുണ്ട്. നോക്കുക, ഈ പാരസ്പര്യം എന്നുള്ളത് എനിക്കൊന്ന് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആശയങ്ങളൊന്നാണ്. ഞങ്ങളൊക്കെ ഈ പറഞ്ഞ ഞങ്ങളുടെയൊക്കെ തലമുറയിലുള്ള ഉണ്ടായ ഒരു വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഏറ്റവും ഈ വികാസ പരിണാമങ്ങൾ അത്രയൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് നിന്ന് തുടങ്ങിയിട്ട് ശരിക്കും ഒരു ഫോൺ എന്നുള്ളത് പോലും എത്രയോ കിലോമീറ്ററുകൾ നടന്നിട്ട് ഒരു വീട്ടിലൊക്കെ പോയിട്ട് ട്രങ്കുകളൊക്കെ വന്നാൽ ഇത് കാത്തു നിന്നിട്ട് എടുക്കുന്ന ഒരു ഫോണിൻ്റെ കാലത്ത് ഇന്നത്തെ കാലത്തേക്ക് എത്തി നിൽക്കുന്നു. ആ തലമുറയിലും ഈ തലമുറയിലും ഇതിനിടയിലുള്ള തലമുറയിലൊക്കെ ശാസ്ത്ര സാങ്കേതിക വികാസങ്ങളുടെ ഒക്കെ കാലങ്ങളിലൂടെ ചെറിയ സമയം കൊണ്ടാണ് ലോകത്ത് ഇത്രയധികം വികസിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 30 വർഷം അത്രേ എനിക്ക് തോന്നുള്ളൂ. ആ കാലം കൊണ്ടാണ് ലോകം നമ്മൾ ഇന്ന് കാണുന്ന അത്ര വേഗതയിലേക്ക് കുതിച്ചിട്ടുള്ളത്. ആ കുതിപ്പിനെ രണ്ടിനും കാണാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ ഏറ്റവും വർത്തമാനമായ കാലത്തെ ഈ സമകാലത്തെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പുതിയ കുട്ടികളോട് തലമുറയോട് നമുക്ക് എത്താറില്ല. അവരപ്പുറം ഓടിയിട്ട് ഒരു ഫോണിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് എൻ്റെ ബോളാൻ പെട്ടെന്ന് ടക്ക് ശരീരത്തിൽ. ഞാൻ ഇതിനിടയ്ക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പം പഴയ കഥകളൊക്കെ പോയിട്ട് പേജ് മേക്കർ എന്ന് പറഞ്ഞ ഫയലിലാണ് ഞാനൊക്കെ ടൈപ്പ് ചെയ്ത് മറ്റേ DTP സെൻ്ററിൽ പോയി ടൈപ്പ് ചെയ്ത് വാങ്ങിക്കാം. ഇപ്പോൾ പേജ് മേക്കർ എന്നുള്ള ഫയൽ പോലും ഇല്ല. അത് അങ്ങനെ ഒരു ആപ്പില്ല. അത് എടുത്തു കളഞ്ഞു തോന്നുന്നു. അപ്പോൾ പണ്ടൊക്കെ ചെയ്തു വെച്ച കുറച്ച് സാധനങ്ങൾ ഇപ്പോഴും കഴിഞ്ഞു. അതിൻ്റെ കോപ്പി എടുക്കണം, വീണ്ടും ടൈപ്പൊക്കെ ചെയ്യേണ്ടി എത്ര മെനക്കേടാണ്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മോള് വന്നിട്ട് പറഞ്ഞത്, അച്ഛൻ ഒരു പണിയത് എന്തിട്ട് മെനക്കേടുന്നത് ഇങ്ങോട്ട് ഫോൺ ഉണ്ടാകുന്നത്. എൻ്റെ ഫോൺ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ഗൂഗിളിൽ അമർത്തി എൻ്റെ ക്യാമറ അമർത്തിയിട്ട് ഈ മാറ്ററിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് അമർത്തി ഇത്രയും പോലെ കോപ്പി പേസ്റ്റ് ചെയ്താൽ ഇപ്പം ടൈപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് എഡിഷൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ കിട്ടുകയാണ്. അത്ര എടുത്ത് എളുപ്പത്തിലേക്ക് ഇത്. പക്ഷേ ഈ പുതിയ ജനറേഷൻ ഈ പറയുന്ന സാങ്കേതികതയുടെ എല്ലാ കാര്യങ്ങളിലേക്കും അവർ ഭയങ്കര അപ്ഡേറ്റ് ആവുകയും വളരെ മുന്നേറ്റം നിൽക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ അവരെ ഓടി എത്താൻ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പം അത്രയും ഫാസ്റ്റായിട്ടുള്ള അത്രയും വേഗതയുള്ള ഒരു തലമുറയോടാണ് നമ്മൾ പാഠങ്ങൾ അവരെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടതെന്ന് ഓർപ്പിക്കുക. അത് ഏറ്റവും ചെറിയ കുട്ടി മുതൽ കുഞ്ഞു കുട്ടി മുതൽ ആ കുട്ടികൾക്ക് പോലും നമ്മൾ അത്രയേറെ കാര്യങ്ങൾ നമ്മളെക്കാളും അറിയുന്ന കാര്യങ്ങൾ അവർക്കുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ ഇല്ലാതെ പോയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷനോടാണ്
അവരെയാണ് സത്യത്തിൽ നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ പഠിപ്പിക്കാൻ മുതിരുന്നത്. അപ്പോഴെങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് വലിയൊരു വിഷയമാണ്. സത്യത്തിൽ അത്തരം വിഷയങ്ങളുടെ പ്രാധാന്യത്തെയാണ് സത്യത്തിൽ എന്താണ് സുധാകരൻ മാഷ് തൻ്റെ 2 പുസ്തകങ്ങളിലൂടെയും കൈകാര്യം ചെയ്യുന്നത്. അത് വളരെ സൈക്കോളജിക്കലാണ്, മനഃശാസ്ത്രപരമായിട്ടുള്ള രീതികളിലൂടെയാണ് നമ്മൾ. അതാണ് ഇതിൻ്റെ ടൈറ്റിൽ പോലും വളരെ കാവ്യാത്മകമാണ്. കുട്ടികളെ പഠിക്കാം എന്നാണ് ആദ്യം പറയുന്നത്. ആദ്യം കുട്ടികളെ പഠിപ്പിക്കാം, എന്നിട്ട് പഠിക്കാമെന്നല്ല. ആദ്യം നമ്മൾ കുട്ടികളെ പഠിക്കുക. അവർക്ക് വേണ്ടത് എങ്ങനെയാണ്, എങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുക, എങ്ങനെയാണ് അവർക്ക് സ്വീകാര്യമാവും വിധം ഹൃദ്യമാവും വിധം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്ന അനേകം തലങ്ങളിലേക്ക് എങ്ങനെ ഒരു അധ്യാപകനും രക്ഷിതാവിനും ഒക്കെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതിൻ്റെ വിശദീകരണങ്ങളാണ് സത്യത്തിൽ ഈ പുസ്തകം. അതുകൊണ്ട് ഇതൊരു കൈപ്പുസ്തകമായി നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു തലം തന്നെ അവിടെയാണ്. ഇപ്പം എൻ്റെ ഭാര്യ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു വിഭാഗമാണ് ഈ പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ. കാരണം എനിക്ക് ഒരു ഹൈസ്കൂൾ ടീച്ചറോ പിന്നെ അല്ലെങ്കിൽ കോളേജ് ടീച്ചർ ലെക്ചർമാരോട് പ്രൊഫസർമാരോട് തോന്നിയേക്കാൾ ബഹുമാനം ഒരു പ്രൈമറി തലത്തിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്മാരോട് തോന്നാറുണ്ട്. ഞാൻ പലപ്പോഴും എഴുതിയിട്ടുള്ളതും അവരെക്കുറിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു മക്കളെ കൈകാര്യം ചെയ്യുന്നതോളം ഇത്രയും എന്താണ് അത്രയും സങ്കീർണമായ ഒരു തലം വേറെ ഇല്ലെന്നാണ്. ഒരു കുട്ടീനെ ഇങ്ങോട്ട് വിളിക്കും, മറ്റേ കുട്ടികൾ പണ്ടൊക്കെ നമ്മൾ ചൂരൽ നിർത്തിയിട്ട് ഈ പറയുന്ന 60-100 പിള്ളേരെയൊക്കെ അടക്കി നിർത്തിയിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമൊക്കെ നമുക്കുണ്ട് കാരണം കോളേജുകളൊക്കെ. ആ ഇടത്ത് നിന്ന് പുതിയ കാലത്തേക്ക് എത്തുമ്പോൾ ഈ കുഞ്ഞു മക്കള് അങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ താഴോട്ട് നോക്കും, താഴോട്ട് നോക്കാൻ പറഞ്ഞാൽ മുകളിലേക്ക് നോക്കും. ഇങ്ങനെ എല്ലാ തരത്തിലും റെസ്റ്റ്ലെസ് ആയിട്ടുള്ള, ഒരിക്കലും സ്വസ്ഥതയില്ലാത്ത ഈ കുഞ്ഞു മക്കളെ നമ്മൾ എങ്ങനെ അടക്കിയിരുത്തും എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മാഷിൻ്റെ ആമുഖത്തിൽ കൊടുത്തൊരു വാചകം എനിക്ക് ഭയങ്കര രസം തോന്നി. കാരണം മുത്തശ്ശി കഥ കേൾക്കാൻ ഭാഗ്യമില്ലാതെ പോയ കുഞ്ഞുങ്ങൾക്ക്, ഈ പുസ്തകം സമർപ്പിക്കുന്ന അവർക്കാണ്, മുത്തശ്ശി കഥ കേൾക്കാൻ ഭാഗ്യമില്ലാതെ പോയ കുഞ്ഞുങ്ങൾക്ക്, പിന്നെന്താണ് കഥ പറഞ്ഞു കൊടുക്കാൻ നേരമില്ലാത്ത രക്ഷിതാക്കൾക്ക്, അവർക്കാണ് സമർപ്പിക്കുന്നത്. സത്യത്തിൽ അവർക്ക് തന്നെയാണ് സമർപ്പിക്കേണ്ടത്. കാരണം കഥ പറഞ്ഞു കൊടുക്കാൻ ആർക്കില്ല എന്നാണ്. ഒരു കുട്ടിയുടെ മാനസിക ഭാവങ്ങൾ മാനസികാവസ്ഥകൾ, അവൻ്റെ ഭാവനകളൊക്കെ വികസിക്കുന്നത് കുട്ടിക്കാലത്ത് അവൻ കേൾക്കുന്ന കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെയും പാട്ടുകളിലൂടെയും അനുഭവങ്ങളിലൂടെ ഒക്കെ തന്നെയാണ്. ഇപ്പം ഞാനിപ്പോഴും എൻ്റെ പുതിയ പുസ്തകം ഇവിടെ ശിശൻ സാറിൽ വെച്ചിട്ടാണ് 3-ാം തീയതി പ്രകാശിതമാവുകയാണ്. മോസ്കോയിൽ നിന്നും ബത്പത്തനിലേക്ക് ഒരു പാസഞ്ചർ തീവണ്ടി എന്ന് പറഞ്ഞിട്ട് കാലദേശങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ തന്നെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു തീവണ്ടി യാത്ര പോലെ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഇത് ഒട്ടേറെ അനുഭവങ്ങൾ അതിൽ ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ അമ്മമ്മയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് മുഴുവൻ കിടന്നുറങ്ങിയുള്ള അമ്മമ്മയുടെ കൂടെയാണ്. അമ്മമ്മയാണ് കഥകൾ പറഞ്ഞു തരിക. അപ്പോൾ കഥകൾ പറഞ്ഞ് അമ്മമ്മനെ സ്വൈര്യം കെടുത്തി കിടന്നെടുക്കുന്ന പറയാം. അവസാനം പിന്നെ അമ്മമ്മക്ക് അങ്ങനെ എന്താണ് ഉറക്കം വരുമ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്നും നിർത്തണമല്ലോ എന്നുള്ളത് അവസാനം അവരുടെ ടക്ക് കഥ നിർത്തണം എന്ന് അവർക്ക് തോന്നുന്ന നിമിഷം അമ്മമ്മ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമുക്ക് കള്ളും കുടിച്ച് കാട്ടു പോവാം. അപ്പം ഞാൻ പറയാം, കള്ളനെ കണ്ടാ പേടിക്കുകയോ ഇല്ല, ഒറ്റ ഊതാണ് കണ്ണിലേക്ക്. 2 ഊതലുകൾ നടക്കും. ഒന്ന് കണ്ണിലേക്ക് ഒന്നും നമ്മൾ കണ്ണടഞ്ഞു പോകും. ആ സമയത്ത് തന്നെ അപ്പുറത്ത് കത്തുന്ന മുട്ടവിളക്കുണ്ടല്ലോ, അത് ഊതിക്കെടുത്തിട്ടുണ്ടാവും. ഇരുട്ടാണ്. പക്ഷേ അമ്മമ്മ അപ്പോൾ പിന്നെ കൂർക്കം വലിച്ചുറങ്ങുന്നത് കേൾക്കാം. പക്ഷെ ആ നിമിഷവും ഉറങ്ങാതെ കിടക്കുന്ന കുട്ടിയായ എൻ്റെ ഉള്ളില് ഒരുപാട് കഥകൾ, കണ്ടും കുടിച്ച് കാട്ടു പോകുന്നതും കള്ളനെ കാണുന്നതുമായിട്ടുള്ള ഭാവനകളുടെ ചിറകുകൾ സത്യത്തിൽ അറിയാതെ നമ്മളിൽ പെരുകുന്നത് ഇത്തരം കഥകളിലൂടെയാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു കഥകളുടെ ലോകം കുട്ടിക്കാലത്ത് കുട്ടികളോട് കുട്ടികൾ പറയുന്നത് നമ്മൾ കേൾക്കുക, അതേപോലെ കുട്ടികളോട് ഉറക്കെ സംസാരിക്കുക എന്നാണ്. കുട്ടികളോട് ഒരുപാട് സംസാരിക്കുക. നിങ്ങൾ വർത്താനം പറഞ്ഞു നോക്കട്ടെ. കുഞ്ഞുങ്ങളോട് വർത്താനം പറയും കുട്ടികൾക്ക് ഭയങ്കര ആവശ്യമാണ്. എനിക്കൊന്ന് ഈ സംസാരിക്കാൻ മുൻപി തുടങ്ങുന്ന കുട്ടികളോട് വലിയ വർത്താനം പറയാൻ പഠിക്കണ്ട. അതിന് മുമ്പ് തന്നെ ചെറിയ 1 6 മാസമോ 1 വയസ്സോ ഒക്കെ ആവുമ്പോൾ തന്നെ കുട്ടികളോട് പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു നോക്കി. പണ്ടുകാലത്ത് അമ്മമാർ ഭക്ഷണം കൊടുക്കുമ്പോൾ കാക്കേനെയും പൂച്ചേനെയും ഒക്കെ വിളിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. ആ ഒരു രീതി പോലുണ്ട്. ആ രീതിയിൽ നിന്ന് പോലും കുട്ടികൾ അവരുടെ കഥയുടെ ഒരു കൗതുകത്തിലാണ് അവർ പോലും അറിയാതെ കുട്ടിക്കാലത്ത് ഭക്ഷണം കഴിച്ചിരുന്നതെന്ന് ഓർമ്മിക്കുക. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ റെഡിമെയ്ഡ് പ്ലേറ്റിലാക്കിയിട്ട് ഉള്ളി കഴിക്കണമെന്ന് പറയുന്നത് ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറുകയാണ്. ഞാൻ അധികം നിൽക്കുന്നില്ല, കുറച്ചുകൂടി ഒരു കാര്യം കൂടി പറയാം. അടുത്ത കാലത്ത് എൻ്റെ ഒരു പുസ്തകം DC ബുക്സ് 5ാം പതിപ്പിൽ തീർക്കുന്ന ഒരു പുസ്തകമുണ്ട്. അത് ഈ ടീച്ചർ ട്രെയിനിങ് വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരത് വായിക്കണം. വായിക്കാൻ വേണ്ടി മാത്രമല്ല,
അത് നിങ്ങളുടെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കണം. അതിൻ്റെ പേര് കുഞ്ഞാവ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്, കുഞ്ഞാവ. DC ഉസ്താൻ പ്രസിദ്ധീകരിക്കുന്ന 5ാം പതിപ്പിലെത്തിയിട്ടുണ്ട് പുസ്തകം. അപ്പോൾ എന്നോട് സെൻറ്റ് മൈക്കിൾസ് സ്കൂളിൽ ഒരു മാഷ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, ചില വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തരുന്നു. മാഷിയുടെ കുഞ്ഞു വാവ, ചെറിയ കുട്ടി, ഒരു വയസ്സോ 2 വയസ്സോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഈ കുട്ടീനെ നെഞ്ചിലിരുത്തിയിട്ട് ഇതിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. ഈ നോവലിലെ കുഞ്ഞു നോവലാണത്, നോവലിലെ കഥ വായിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, മാഷെ നിങ്ങൾ ഈ പുസ്തകത്തിലെ കഥ പറഞ്ഞു കൊടുത്തതിന് ശേഷം എനിക്ക് സ്വൈര്യം കിട്ടുന്നില്ല, എപ്പോഴും ഈ കഥ കേൾക്കാൻ വേണ്ടി കുട്ടി ചാടിയം പിടിക്കുന്നതാണ്. കാരണം കുട്ടികളിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതിന് കൂടി വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ അതൊരു ഞാൻ ഈ കുട്ടികളെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാത്ത ഒരു കുട്ടികൾ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിക്കുന്നത് എന്നതിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ ആ നോവൽ എഴുതിയിട്ടുള്ളത്. അത്രയുണ്ട്. കാരണം അതിൽ ഈ കരയ്ക്ക് കീഴെ തളർന്നുപോയ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതമാണ്. ആ പെൺകുട്ടി പ്രകൃതിയോടും പക്ഷികളോടും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു വീട്ടിൻ്റെ അടഞ്ഞ മുറിയിൽ കിടക്കുന്ന ഒരു കൊച്ചു കുട്ടിയുടെ പുനർജീവനമാണ് ആ കഥയുടെ വിഷയമായിട്ട് വരുന്നത്. അതിന് സഹായിക്കുന്നതാവട്ടെ ഒരു അംഗനവാടിയിലെ കുറച്ച് കുട്ടികളുമാണ്. അപ്പം അങ്ങനെ ചെറിയ കുട്ടികൾക്ക് പോലും നമ്മുടെ ഈ ലോകം പുതുക്കി പണിയുന്നതിന് വലിയ പങ്ക് വഹിക്കാൻ പറ്റുന്നതാണ്. അപ്പം ആ രീതിയിലേക്ക് നമ്മൾ കുട്ടികളെ കഥകളിലൂടെ, പാട്ടുകളിലൂടെ, പഴഞ്ചൊല്ലുകളിലൂടെ, കവിതകളിലൂടെ ഒക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് ഈ തലമുറയെ എന്നുള്ളതാണ്. നമ്മൾ പണ്ട് പറയില്ലേ, ഇപ്പോൾ കുട്ടികളെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഇപ്പം ഞാൻ ഇതിനൊക്കെ ഒരു BEd കലോത്സവത്തിൽ ജഡ്ജായിട്ട് പോയി. അത് ജഡ്ജായിട്ട് പോയപ്പോൾ കണ്ടൊരു അവസ്ഥ എന്ന് വെച്ചാൽ കഥാരചനയും കവിതാരചനയും മറ്റേ ഉപന്യാസ രചനയും ഒക്കെ നോക്കാൻ വേണ്ടി പോയതാണ്. അതിൽ നേരാം വണ്ണം ഒരു പാരഗ്രാഫ് പോലും മലയാളം എഴുതാൻ അറിയുന്ന ഒരു അധ്യാപക വിദ്യാർത്ഥികളാണെന്ന് ഓർമ്മിക്കണം, വളരെ കുറവാണ് എന്ന് കണ്ടിട്ട് വല്ലാത്തൊരു ഞെട്ടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാതെ നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു പ്രശ്നം കൊണ്ടുണ്ട്. 4ാം ക്ലാസ് എത്തുന്നതിന് മുമ്പെങ്കിലും ചുരുങ്ങിയത് അത്രയും ഞാൻ പറയുന്നു, 4ാം ക്ലാസ് എത്തുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും നമ്മുടെ ഭാഷ എഴുതാനും വായിക്കാനും കുട്ടികളെ പഠിപ്പിക്കണം. അത് വലിയ പ്രയാസമുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വളരെ ലളിതമായ സങ്കേതങ്ങൾ, മാഷിപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ന് എഴുതുന്നത് എങ്ങനെയാണ്, അപ്പോൾ എഴുതുന്നതിന് ഒഴുകുന്ന ഒരു രീതിയുണ്ട് അല്ലേ, എങ്ങനെയെങ്കിലും എഴുതിയാൽ പോരാ, പോകുന്ന വളരെ കൃത്യമായ ഒരു രീതിയിലൂടെയാണ് എഴുതേണ്ടത്. എങ്ങനെ എഴുതണം, താഴ്ന്ന് മുകളിലേക്ക് എഴുതണം, വലത്തോട്ട് എഴുതണം, അല്ല മുകളിൽ നിന്ന് താഴോട്ടേക്ക് എഴുതണം. കൃത്യമായിട്ടുള്ള ഒരു അക്ഷരം രൂപപ്പെടുമ്പോൾ സഞ്ചരിക്കുന്ന രീതികളുണ്ട്. ആ രീതിയിലൂടെ തന്നെ പഠിപ്പിച്ച് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കുട്ടികളുടെ അക്ഷരം പറയാൻ പറ്റും. പിന്നെ ഈ അക്ഷരബോധവും പദബോധവും ഒക്കെ ഉണ്ടാക്കുന്നതിനാണ് പ്രധാനമായിട്ടും പാട്ടും കഥകളും കവിതകളും പഴഞ്ചൊല്ലുകളും ഒക്കെ ഉപയുക്തമാകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മയുണ്ട്. ഒറ്റ കാര്യം കൂടി പറയാം, മലയാളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്ര ലളിതമായ കുറഞ്ഞ ഒരു ഭാഷയല്ല. അത് ഇപ്പോൾ ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങൾ ചോദിച്ചാൽ നമ്മൾ 26 അക്ഷരം എന്നൊക്കെ പറയും, പക്ഷെ മലയാളത്തിൽ എത്ര അക്ഷരങ്ങൾ ചോദിച്ചാൽ ചിലപ്പോഴും അല്ലേ, ഞങ്ങളൊക്കെ പ്രശ്നമാണ്. അത്ര അക്ഷരങ്ങൾ ചോദിച്ചാൽ ഭാഷ ചോദിച്ചാൽ പണ്ടൊക്കെ ഞങ്ങൾ പറഞ്ഞ 56 അക്ഷരമുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അത് ചുരുങ്ങിയിട്ട് എന്താണ്, 53 പിന്നെ 52 51 ഇനി അത്രയും വേണ്ട 48 മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഈ നിലമ്പൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പലതും വേണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് പറയുമ്പോഴും നമ്മുടെ മലയാളം പഠിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ, മലയാളം കുട്ടികൾക്ക് ബേസായിട്ട് അടിസ്ഥാനമായിട്ട് മലയാള ഭാഷയുടെ അക്ഷരമാലയും അതിൻ്റെ ഉച്ചാരണവും ഒക്കെ നമ്മൾ പഠിപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ പിൽക്കാല വളർച്ചയിൽ വല്ലാതെ മലയാളത്തിൻ്റെ ഒരു സവിശേഷത അറിയോ നിങ്ങൾക്ക്? ലോകത്തിലെ ഏത് മുക്കിലും മൂലയുള്ള മനുഷ്യൻ, ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയുള്ള മനുഷ്യൻ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ, ആ ശബ്ദങ്ങളെ 99% ആവിഷ്കരിക്കാൻ ശേഷിയുള്ള ഒരു ഭാഷയാണ് മലയാളം. എല്ലാ ഭാഷക്കും അതിന് കഴിയുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഈ ഒരു ഇംഗ്ലീഷുകാരൻ വന്നിട്ട് നമ്മളെ കുഞ്ഞിരാമന്റെ പേര് വിളിക്കാൻ പറഞ്ഞ വിഷമമാണ്. കാരണം എന്താണ്, ചിലപ്പോൾ കൊഞ്ചിരാമൻ ഒക്കെ അല്ലേ, ഗോപാലകൃഷ്ണൻ ഒക്കെ ആയിട്ട് മാറിപ്പോകും അല്ലേ. നേരെ വെച്ച് നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഒരു മലയാളി, ഇപ്പൊ ഒരു ബ്രസീലിയൻ കളിക്കാരനെയോ അല്ലെങ്കിൽ ഒരു ഉഗാണ്ടയിലെ രാഷ്ട്രീയ നേതാവിൻ്റെയോ പേര് പറയാൻ വലിയ വിഷമമുണ്ടോ? സ്റ്റാൻലിസ്, ചില റഷ്യൻ പേരൊക്കെ ഉണ്ട്.
ഈ പേരൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഉച്ചരിക്കാൻ കഴിയുന്നത്? മലയാളത്തിന്റെ അടിത്തറയാണ്. കാരണം ഒരു ശബ്ദം ക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക അല്ല, ക ഖ ഗ ഗ ഇങ്ങനെ പോകും. വേരിയേഷൻസ് ആണ്. താ എന്ന് പറഞ്ഞ ഒരു താ അല്ല. നമ്മള് പിന്നെ എന്താണ് തത്തമ്മ എന്ന് പറയുന്ന താ അല്ല, നമ്മള് കഥ എന്ന് പറയുന്നത് അല്ലെ. താ മാറി, തായുടെ വേരിയേഷൻ മാറി. ഇങ്ങനെ ശബ്ദങ്ങളെ എല്ലാ തരത്തിലും ഈ പറയുന്ന രീതിയിൽ ആവിഷ്കരിക്കാൻ ശേഷിയുള്ള ഒരു ഭാഷ കൂടിയാണ് മലയാളം. അപ്പൊ അത് നേരാവണ്ണം ഉച്ചരിക്കാനും നേരാവണ്ണം എഴുതാനും പറയാനും ഒക്കെ കഴിയുന്ന ഒരാൾക്ക് ലോകത്തിലെ ഏത് ഭാഷയും മറ്റാർക്കും പഠിക്കാൻ കഴിയുന്നതിനേക്കാൾ എളുപ്പത്തിലെത്താണ് പഠിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. എങ്കിലും ഇത് പറയുമ്പോഴും നമ്മുടെ ഭാഷയിൽ ഇല്ലാതെ പോകുന്ന ചില ശബ്ദങ്ങളെ രേഖപ്പെടുത്താൻ കഴിയാത്ത ചില അക്ഷരങ്ങൾ കൂടി ഉണ്ട്. എന്താന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ വസീല, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്ക് ഫീസ് കൊടുക്കുന്നു, ഫ അല്ലെ, ഫീസ് FEES ആണെങ്കിൽ ഫ എന്നുള്ള അക്ഷരം. ഈ ഫ എന്നുള്ള ഒരു അക്ഷരം ഫസീലേന്റെ ഫ അല്ലെ, ഫസീലേന്റെ ഫ എങ്ങനെ എഴുതുക? നമ്മള് ഇംഗ്ലീഷിൽ എഴുതുക FSE അല്ലെങ്കിൽ വരും അല്ലെ, പക്ഷെ മലയാളത്തിൽ എങ്ങനെ എഴുതുക? എന്നാ എഴുതുക? നമ്മള് പ ഫ, അത് ഫ എന്നുള്ളൂ. ഫ ആണോ? ഫ ആണോ? ആണോ? അല്ല, അത് പ ഫ ബ ഭ എന്നാണ് വരുന്നത്. അത് ഫ അല്ല. പക്ഷേ നമുക്കെന്തില്ല, നമുക്ക് ഈ പറയുന്ന എന്താണ് ഫാക്ക് പകരം അല്ലെ നമ്മൾ അടുത്ത ഉപയോഗിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത് ഫ എന്നാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ പറയുന്ന അക്ഷരങ്ങൾക്ക്, ഈ പറയുന്ന പലതും ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ. ഇപ്പൊ ഫൈസൽ, നമ്മൾ ഫൈസൽ എന്നാണ് എഴുതുന്നത് അല്ലെ. നമ്മൾ ഫീസ് അല്ല കൊടുക്കുന്നത്, എന്താണ് ഫീസ് ആണ് കൊടുക്കുന്നത് അല്ലെ. ഇങ്ങനെ വരുന്നുണ്ട് ഒന്നത്. മറ്റൊന്ന് ഇപ്പം അല്ലാഹു, നമ്മൾ അല്ലാഹു എന്ന് പറയുന്നവരൊക്കെ നമ്മൾ രണ്ട് തരത്തിലാണ് മലയാളത്തിൽ എഴുതുന്നത് അല്ലെ. ഇങ്ങനെ എഴുതുന്നുണ്ട്, ഒന്നിക്ക് അല്ലാഹു എന്ന് എഴുതും, അല്ലെങ്കിൽ അല്ലാഹു എന്ന് എഴുതും. പക്ഷെ ഇതിന് നടുക്കാണ് ഇതിന്റെ ഉച്ചാരണം. എന്താണ് അല്ലാഹു? നമ്മൾ പിന്നെ സോഷ്യലിസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ കോഴിക്കോട് സാമൂതിരി അല്ലെ, ജമോർ എന്നൊക്കെ പറയും അല്ലെ. ജമോർ ഈ പല്ലിന്റെ അടക്കൂട്ടി ഇങ്ങനെ കാറ്റ് വരുന്ന ശബ്ദം ഉണ്ടല്ലോ, ഉണ്ടോ? ഇല്ല. ജാക്ക് വരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ തൽക്കാലം അത് ഇല്ലാത്തതുകൊണ്ട് പകരം എന്താണ് സാ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് ഏകദേശം വിരലിൽ എണ്ണാവുന്ന, നമുക്കത് വിരലിൽ എണ്ണാവുന്ന 4 or 5 അക്ഷരങ്ങൾ, ശബ്ദങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള മറ്റേത് ഭാഷയിലും ഏത് ദേശത്തുമുള്ള മനുഷ്യൻ ഉപയോഗിക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും ധ്വനിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഭാഷാ പദ്ധതിയാണ് മലയാളം എന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് മലയാളത്തിന് അത്ര ലളിതമായിട്ടും നിസ്സാരമായിട്ടും കാണണ്ട. മലയാളം നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോകത്തിലെ ഏത് ഭാഷയും കൈകാര്യം ചെയ്യും. അതിനുള്ള ഒരു ശ്രമം കൂടി വളരെ പ്രൈമറി തലം മുതലേ തന്നെ എന്താണ് നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പുസ്തകത്തിലുണ്ട്. ഒറ്റ കാര്യം കൂടി ഞാൻ ഒറ്റ കാര്യം 2-3 കാര്യങ്ങൾ പറയുന്നത് ക്ഷമിക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിക്കണം. അത് നമുക്ക് മുതിർന്നവർ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ലോകത്തിലെ ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എല്ലാ വർഷവും അവരുടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ ഒരു പുതിയ പദം ഓരോ വർഷവും, നമ്മുടെ ലോകത്ത് സമകാലത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ വ്യവഹരിക്കുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വാക്ക് എല്ലാ വർഷവും പുതുതായിട്ട് അവർ കണ്ടുപിടിച്ച് ഇത് ചേർക്കാറുണ്ട്. 2016 ചേർത്തൊരു വാക്കുണ്ട്, പോസ്റ്റ് ട്രൂത്ത് എറ എന്നാണ്. സത്യാനന്തര കാലം. ഇപ്പൊ നമുക്ക് അടുത്ത കാലത്ത് കുറേ നിരന്തരം കേട്ടൊരു വാക്കാണ് സത്യാനന്തരം. അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു. 2017 അത് ഫേക്ക് ന്യൂസ് എന്നുള്ള ലോകം ഉൾക്കൊള്ളുന്ന ഇപ്പൊ കള്ളവാർത്തകളുടെ ലോകത്താണല്ലോ, അതായിരുന്നു വാർത്ത. ഇങ്ങനെ കടന്നിട്ട് ഈ ലാസ്റ്റ് കഴിഞ്ഞ വർഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഒരു വാക്കെന്താന്ന് വെച്ചാൽ ബ്രെയിൻ റോട്ട് എന്നൊരു വാക്കാണ്. ബ്രെയിൻ റോട്ട്, ROT ആണ്. ഞാനിതിൻ്റെ മലയാളം അർത്ഥവും അതിൻ്റെ എന്താണ് നിർവചനം എന്ന് തെരഞ്ഞപ്പോഴും കണ്ടത്, ബ്രെയിൻ റോട്ട് എന്ന ഒറ്റ വാക്ക് പറയാം, മസ്തിഷ്ക ചീയൽ എന്ന് പറയാം, ജീർണതയാണ്. അതായത് ഇന്ന് ആധുനിക ലോകം, ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും സന്നിഗ്ധമായൊരു പ്രശ്നം, അവനൊട്ടും ആവശ്യമില്ലാത്ത, അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത, അത്രയൊന്നും അവനെ ബാധിക്കാത്ത, എന്നാൽ പക്ഷേ അനേകം ചവറ് പോലുള്ള കാര്യങ്ങൾ, ഒരു
പ്രത്യേകിച്ച് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ലോക മനുഷ്യരുടെ മുഴുവൻ മസ്തിഷ്കത്തിലേക്ക് ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വൃത്തികെട്ട ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിരന്തരം കണ്ടും കേട്ടും വായിച്ചും നോക്കിയും നമ്മുടെ തലച്ചോറുകൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, ജീർണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ലോകത്തിൻ്റെ തന്നെ ഒരു ആരോഗ്യാവസ്ഥയെ ബാധിക്കുന്ന ഒരു കാര്യമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വാക്കിൻ്റെ പിറകിൽ ആശയം. അതുകൊണ്ട് ഈ വിഷയത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ വാക്ക് ചേർത്ത് വെച്ച ആൾ പറയുന്നുണ്ട്, അതുകൊണ്ട് മനുഷ്യരാശിയുടെ ഇന്നത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവർക്ക്, നമുക്കറിയാം, നമ്മൾ മൊബൈലൊക്കെ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഇന്ന് അറിയുന്ന എത്ര വാർത്ത സത്യം ഏതാണെന്നറിയോ, കളവേതാണെന്നറിയോ, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. അങ്ങനെ ജീർണമായ വാർത്തകൾ കൊണ്ട് നിറയുന്ന ഒരു ലോകത്ത് നമുക്ക് തന്നെ അസ്വസ്ഥ ഉണ്ടാവും. മടുത്തിട്ട് ചിലപ്പോൾ വലിച്ചെറിഞ്ഞിട്ട് പോലും നമ്മൾ പോയി കിടന്നുറങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് വരാണ്. ഇത്രമാത്രം ജീർണിച്ച ഈ അവസ്ഥയിൽ നിന്ന് സ്വയം മോചിതനാവുകയാണ് മനുഷ്യന്റെ മുന്നിലുള്ള ഒരേ ഒരു വഴി എന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നുണ്ട്. സ്വയം മോചിതനാവുക, നമ്മളെ തന്നെ ഈ ജീർണതകളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പറയുന്ന ചവറുകൾ കുറേ നമ്മൾ തന്നെ നിരന്തരം ഒഴിവാക്കുക. നമ്മുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മസ്തിഷ്കങ്ങളും ഈ ചവറുകൾ, ജീർണതകൾ വന്നടിയിൽ നിന്ന് ക്ലീൻ ആയിക്കൊണ്ടിരിക്കണം. അങ്ങനെ ക്ലീനാക്കുന്ന ഒരു സൊസൈറ്റിയിൽ മാത്രമാണ് ഒരുപക്ഷെ കുറേ കൂടി നല്ല ആരോഗ്യകരമായ ജീവിതവും ആരോഗ്യകരമായ തലമുറയും കുറെ ഊർജ്ജസ്വലതയോടെ മനുഷ്യപ്പറ്റോടുകൂടി വളരുന്ന തലമുറയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ആ അക്രമോത്സുകതയിൽ നിന്നൊക്കെ പിന്മാറി സർഗാത്മകതയിലേക്ക് തിരിയുന്ന ഒരു കുട്ടിക്കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന ഉത്തരവാദിത്വമാണ് നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരും ഇതുപോലുള്ള കൗൺസിലിംഗ് സെന്ററുകളും ഒക്കെ ഏറ്റെടുക്കേണ്ടത്. ഇതുപോലത്തെ പുസ്തകങ്ങൾ അതിനുള്ള കൈപ്പുസ്തകമായിട്ട് നമുക്ക് മാറുന്നതും അങ്ങനെയാണ്. ഇത്രമാത്രം സംസാരിച്ച് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ഒരുപാട് നന്ദി ബാബുരാജ് സർ, താങ്കളുടെ നിരീക്ഷണങ്ങൾക്കും വിലയേറിയ വാക്കുകളും. അടുത്തതായി ഒരു പ്രിൻസിപ്പൽ എന്നതിലേറെ സൗമ്യ സാന്നിധ്യമാണ് കുട്ടികൾക്ക് അഞ്ജന ടീച്ചർ. അഞ്ജന ടീച്ചർ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്, ആശംസ അറിയിക്കുന്നത്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. The progress of a nation lies the way its children are brought up. നമ്മുടെ കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജി, നമ്മുടെ എല്ലാം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ഒരു രാജ്യം, അതിൻ്റെ പുരോഗതി, അതിൻ്റെ അസറ്റ് എന്താണ്? ശരിക്കും കുട്ടികളാണ്. നമ്മുടെ കുട്ടികൾ ക്ലാസ് റൂമുകളിൽ നാം കാണുന്ന, ക്ലാസ് മുറികൾക്ക് പുറത്ത് നാം കാണുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ബാബുരാജ് സാറ് പറഞ്ഞ പോലെ എനിക്കൊരു മൊബൈൽ ഫോൺ ആകണം എന്ന അവസ്ഥയിലേക്ക് എത്തുന്ന വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഡോക്ടർ സുധാകരൻ കല്യാസ്, പ്രിയപ്പെട്ട സുധാകരൻ മാഷ്, ആ ഒരു കാലത്തിൻ്റെ ആവശ്യകതയെ ഊന്നി പറഞ്ഞുകൊണ്ട് തൻ്റെ ചിന്താധാരയെ ആ ഒരു വഴിക്ക് തിരിച്ചുവിട്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കാം എന്നാണ് മാഷ് പറഞ്ഞത്. പഠിപ്പിക്കാമെന്നല്ല. കുഞ്ഞുങ്ങളെ പഠിക്കാതെ ഒരിക്കലും ഒരു അധ്യാപകനും അവരെ പഠിപ്പിക്കാനാവില്ല. പക്ഷെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച അല്ലേ, സിലബസ് തീർക്കണം, പോർഷൻസ് തീർക്കണം, ഇതിൻ്റെ ഒന്നും ഇടയിൽ നമ്മൾക്ക് കുട്ടികളെ പഠിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നമുക്ക് കഴിയാത്ത ആ ഒരു മേഖലയിലേക്ക് നമ്മുടെ എല്ലാം ചിന്തകളെ തിരിച്ചുവിട്ട നമ്മുടെ സുധാകരൻ മാഷിനെ
ഞാൻ ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിക്കുകയാണ് ഇങ്ങനെയൊരു പുസ്തകം ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു വെച്ചത്. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പുസ്തകം അതെനിക്ക് തോന്നുന്നു മാഷിൻ്റെ വർഷങ്ങളായുള്ള ഗഹനമായ പഠനത്തിൻ്റെയും ശാസ്ത്രീയ പിൻബലത്തിൻ്റെയും പിന്നെ ഒരുപാട് പരീക്ഷണങ്ങളുടെയും നിരീക്ഷണത്തിലൂടെയും ഉരുത്തിരിഞ്ഞ ഈ ഒരു പുസ്തകം നമ്മുടെ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ഭാവനയുടെ ചിറകിലേറി വിശാലമായ ആകാശത്തേക്ക് അവർ പറന്നു പോകാൻ അവരെ പ്രാപ്തമാക്കുന്നതിനുള്ള ഒരു വലിയ വഴികാട്ടിയാണ് ഈ പുസ്തകം. വാക്കുകളിൽ നിന്ന് ആശയങ്ങളിലേക്കും, ആശയങ്ങളിൽ നിന്ന് ചിന്തകളിലേക്കും, ചിന്തകളിൽ നിന്ന് സ്വപ്നങ്ങളിലേക്കുമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിവർത്തനം സാധ്യമാക്കുന്ന ഈ ഒരു പുസ്തകം, ഈ ഒരു സതുദ്യമത്തിന് ഞാൻ എല്ലാവിധ ആശംസയും അർപ്പിക്കുകയാണ്. നന്ദി. താങ്ക് യു മാം. SPC എന്ന മൂന്നക്ഷരം നമ്മുടെ കുട്ടികളുടെ ആത്മാഭിമാനത്തിൻ്റെ കാവലാളാണ്. കണ്ണൂരിൻ്റെ SPC നയിക്കുന്ന ADNO ശ്രീ രാകേഷ് സാറിൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതുനിൽക്കാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ KO രാജീവൻ അവർ, പ്രിയപ്പെട്ട ഗ്രന്ഥകാരൻ ഡോക്ടർ സുഭാഷ് കല്യാസ് അവർ, ശ്രീ KT ബാബുരാജ് അവർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏറെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ ഇവിടെ നിൽക്കുന്നത്. ഗ്രന്ഥകാരൻ്റെ പുസ്തകം കുട്ടികളെ പഠിപ്പിക്കാം എന്നുള്ളത്, അത് കുട്ടികളെ പഠിപ്പിക്കുന്നവർക്കും കുട്ടികളെ വളർത്തുന്നവർക്കും ഒക്കെ സഹായകരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഡോക്ടർ സുധാകരൻ കല്യാസ്, അദ്ദേഹത്തിന് ദീർഘകാലത്തെ പരിചയമുണ്ട്. വിദ്യാഭ്യാസ മേഖലക്കപ്പുറം ഒരുപക്ഷെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്തി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പോലെ നമ്മളൊക്കെ മറന്നു തുടങ്ങിയിട്ടുള്ള 2000-ലെ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാത്രം നമുക്ക് നഷ്ടമായിട്ടുള്ളത് 26ഓളം കുരുന്നുകളെയാണ്. സ്വമേധയാ ജീവനൊടുക്കിയത് കുട്ടികളുടെ എണ്ണം കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ 26ആയിരുന്നു. നമ്മുടെ പാലക്കാട് ജില്ല കഴിഞ്ഞാൽ അഡൽട്ട് സൂയിസൈഡിലും ഒക്കെ കണ്ണൂർ തന്നെയാണ് രണ്ടാമതായി നിൽക്കുന്നത്. ആ കാലഘട്ടത്തിൽ നമുക്ക് മറ്റ് പരിചയങ്ങളോ മുൻവിധികളോ ഒന്നുമില്ലാതെ തന്നെ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ആലോചനയിൽ തുടങ്ങിയ ഒരു കുഞ്ഞു പദ്ധതിയായിരുന്നു നമ്മുടെ ചിരി ഹെൽപ്പ് ലൈൻ എന്നുള്ളത്. ഞങ്ങളുടെ കണ്ണൂരിൽ ഞങ്ങളുടെ SPCയുടെ കാഡറ്റുകൾ പരസ്പരം വീടുകളിലിരിക്കുന്ന കുട്ടികളെ ഫോൺ ചെയ്തുകൊണ്ട് അവരിൽ ഒരു ആത്മവിശ്വാസവും ധൈര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതി ഞങ്ങളുടെ കേരള പോലീസ് സംസ്ഥാന തലത്തിൽ ഏറ്റെടുക്കുകയും ശ്രീ P. വിജയൻ IPS അവർ അതിനെ ഒരു ചിരി ഹെൽപ്പ് ലൈൻ എന്നുള്ള രീതിയിൽ ആ കാലത്ത് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ സ്വമേധയാ യാതൊരു പ്രതിഫലവുമില്ലാതെ ഞങ്ങളുടെ ആ ഒരു പ്രോജക്റ്റിലേക്ക് നിരവധിയായ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും കൗൺസിലർമാരും ഒക്കെ കടന്നു വരികയുണ്ടായി. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞങ്ങൾ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ മുന്നിലേക്ക് വെച്ച ഒരു പേരായിരുന്നു ഡോക്ടർ സുധാകരൻ കല്യാസ് എന്നുള്ളത്. ഇന്നും അദ്ദേഹം വളരെ സജീവമായി ഞങ്ങളുടെ ആ ചിരി ഹെൽപ്പ് ലൈൻ പ്രോജക്റ്റിൽ പ്രവർത്തിക്കുകയാണ്. ശ്രീ P. വിജയൻ IPS അവകളിൽ നിന്നടക്കം അംഗീകാരവും പ്രത്യേക അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പുസ്തകം കൗമാരം എന്നുള്ളത് ഞങ്ങളുടേതായ പരിശീലന പരിപാടികളിലൊക്കെ വളരെ സജീവമായി ഞങ്ങളുടെ അധ്യാപകർക്കും ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ നൽകിയിട്ടുള്ളൊരു പുസ്തകം കൂടിയാണ്. ഇപ്പോഴേ ഈ പുസ്തകം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള LP ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ 8, 9 ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികൾ ആ സ്കൂളിലെ മറ്റു കുട്ടികളിലടക്കം ഒരു റോൾ മോഡലായി മാറുന്നതിനും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇനി അടുത്ത തലമുറയിലാണ്. ഞങ്ങൾ കേഡറ്റുകളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വിദ്യാലയത്തിനടുത്തുള്ള LP സ്കൂളിലേക്ക് പോകണം.
അംഗൻവാടികളിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ കേഡറ്റുകൾ അവരുടെ കാക്കി യൂണിഫോം ഒക്കെ ഇട്ട് ഇപ്പൊ അംഗൻവാടിയിലും LP സ്കൂളിലും ഒക്കെ പോയിട്ട് അവരുമായി സംസാരിക്കുകയാണ്. പിന്നെ എങ്ങനെ നല്ല ജീവിതം അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി എന്നൊക്കെയുള്ളത്. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു ഞങ്ങളുടെ അത്തരം ക്യാമ്പയിനുകൾക്ക് കൂടി സഹായകരമാവും ഈ പുസ്തകം എന്നുള്ളത്. ഇനിയും ഞങ്ങളുടെ വേദികളിൽ നിറസാന്നിധ്യമായി സജീവമായി ഡോക്ടർ സുധാകരൻ കല്യാൺ സാർ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും ഇത്തരത്തിലുള്ള നിരവധിയായ പുസ്തകങ്ങൾ രചിക്കാൻ ഇടയാവട്ടെ എന്നും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനും ഒക്കെയുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. SPC പോലെ തന്നെ വിദ്യാലയങ്ങളുടെ കരുത്താണ് ORC കോർഡിനേറ്റർ ഷമീജ മേഡത്തെ ആദരവോടെ ആശംസ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഒരു സുധാകരൻ സർ, എനിക്ക് സുധാകരൻ സാറിനെ പരിചയം ORCയിലെ ഒരു റിസോഴ്സ് പേഴ്സണായിട്ട്, അധ്യാപകർക്കുള്ള പരിശീലന പരിപാടിയിൽ ഒരു റിസോഴ്സ് പേഴ്സണായിട്ടാണ് സാറിനെ ആദ്യം പരിചയപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ആയിട്ട് വിവിധ സെഷനുകൾ സാറ് നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെയും സാറിൻ്റെ ഒരു സെഷനിൽ കാണാൻ കഴിഞ്ഞ ഒരു പോസിറ്റിവിറ്റി, സാർ കൂടുതലും അനുഭവങ്ങളിലൂടെയാണ് ക്ലാസ്സുകൾ കൊടുത്തിരുന്നത്. അപ്പം അത് കേൾക്കുന്ന അധ്യാപകർക്കും എങ്ങനെ കുട്ടികളുടെ വിഷയങ്ങളിൽ എങ്ങനെ ഡീൽ ചെയ്യാം, ആ രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു സാറിൻ്റെ. അപ്പം അത് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് സാർ പിന്നെ ഒരു കൗമാരം, ചില കൗൺസിലിംഗ് പാഠങ്ങളിൽ ഒരു പുസ്തകം രചിച്ചത്. അപ്പം അതും സാറിൻ്റെ ഒരുപാട് കാലത്തെ ഈ അധ്യാപന ജീവിതത്തിലൂടെയും സാറിൻ്റെ വ്യക്തി ജീവിതത്തിലൊക്കെ സാർ ആർജിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളാണ് ആ ബുക്കിലും ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും ഒക്കെ സന്തോഷം തോന്നുന്നു. സാറിൻ്റെ ഒരു ജൈത്രയാത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഇങ്ങനെയൊരു ബുക്ക്, അതായത് കുട്ടികളെ പഠിപ്പിക്കാം, ആ ഒരു ബുക്കിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ വളരെ ഒരു സന്തോഷം തോന്നി. കാരണം എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ ചാലഞ്ചാണ് ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ കൃത്യമായിട്ട് ആ സമയത്ത് പഠിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പലപ്പോഴും വലിയ ക്ലാസ്സിലെത്തിയിട്ടായിരിക്കാം അവർ എന്തൊക്കെയായിരുന്നു അവരുടെ പ്രോബ്ലംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ചെറിയ കാലഘട്ടത്തിൽ തന്നെ, അതായത് ഒരു പ്രൈമറി സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങളെ അവരെ പഠിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് തീർച്ചയായിട്ടും മാറേണ്ടതുണ്ട്. അവർ ആ ഓരോ സമയത്തും പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നല്ല വ്യക്തികളായിട്ട് അവർക്ക് മാറാൻ സാധിക്കും. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ഈ നമ്മൾ ആ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർ ലേൺ ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ട് വരും വിദ്യാർത്ഥികൾ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ അവരത് ഫേസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് സാറ് രചിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിനെ ഏറ്റവും സ്നേഹത്തോടെയുള്ള നന്ദിയും അതുപോലെ ആശംസ അർപ്പിക്കുകയാണ്. കാരണം ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. കുട്ടികളെ നന്നായി പഠിച്ച്, നേരത്തെ ഒക്കെ സംസാരിച്ചവരിൽ നിന്നും ഒരുപാട് നമ്മളും ORC പോലെയുള്ള അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ, അതിൽ തന്നെ റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ട അധ്യാപകർ, പാരൻസ്, പൊതുസമൂഹം, ഇവരൊക്കെ നമ്മൾ കൂട്ടായ്മ ഈ ഒരു കുട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ പഠിച്ചുകൊണ്ട് അവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നം ക്ലാസ് റൂമിൽ ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ബാക്ക് ഒരു സ്റ്റോറി ഉണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കേസസ് ആണെങ്കിലും അവരുടെ തെറ്റല്ല, അവരുടെ മുന്നിലുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ആ കുട്ടി മാറിയിട്ടുള്ളത്. അത് ശരിയായ പഠനത്തിലൂടെ, ഒരു കുട്ടിയെ പഠിക്കുന്നതിലൂടെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ നല്ല ആ ഒരു പേര് തന്നെ വളരെ ഒരു പോസിറ്റീവാണ്. പഠിപ്പിക്കാം എന്നുള്ളത് വെറും ഒരു പഠിപ്പിക്കലല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബുക്കുകൾ, ഇനിയും പുസ്തകങ്ങൾ രചിക്കാനും അത് സമൂഹത്തിനും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. സുധാകരൻ സാർ എന്നെ ഈ ഒരു ചടങ്ങിലേക്ക് ഇത്രയും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ കൂടെ ചെലവഴിക്കാനും അവരുടെയൊക്കെ നല്ല നല്ല വാക്കുകൾ, ബാബുരാജ സാറിൻ്റെയൊക്കെ സംഭാഷണം കേട്ട് മതിയായില്ല എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വാക്കുകളൊക്കെ കേൾക്കാനും സാധിച്ചതിൽ അതിയായ സന്തോഷവും കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സാറിന് ഒരുപാട് ആശംസകളും. താങ്ക് യു.
താങ്ക് യു മാം. ശ്രീ ശശി മാസ്റ്റർ, ഹാപ്പിനെസ് ഹബിൻ്റെ വെളിച്ചമാണ്. സാഹോദര്യ സമുദ്ര സംഘം സംസ്ഥാന പ്രസിഡന്റ് CK ശശിധരൻ സാറിനെ ആശംസ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ രാജീവൻ KO, അതുപോലെ വേദിയിലും സദസ്യരുമുള്ള പ്രിയപ്പെട്ടവരെ, ഞാൻ സുധാകരൻ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, എൻ്റെ മക്കൾ രണ്ടുപേരും പഠിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്യാശ്ശേരിയിലാണ്. അവിടുത്തെ മലയാളം അധ്യാപകനായിട്ട് എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഹെഡ് ടീച്ചർ ഈ വേദിയിൽ സദസ്സിലിരിക്കുന്നുണ്ട്, ശ്രീമതി ജ്യോത്സ്ന ടീച്ചർ. ഇവരൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു, വളരെ സന്തോഷം. വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ പറഞ്ഞൊക്കെ അധ്യാപകരെ പഠിക്കണം, കുട്ടികളെ പഠിക്കണമെന്നാണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് എല്ലാവരും രക്ഷിതാക്കളാണ് കുട്ടികളെ ആദ്യം പഠിക്കേണ്ടതെന്ന് തോന്നുന്നു. നമുക്ക് ഞങ്ങളുടെ കുട്ടികൾ എന്താവണം, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കണം എന്ന രീതിയിലേക്ക് വരുന്ന ഒരു രീതി നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ടതായിരുന്നു. ഞാനൊക്കെ ആ രീതിയിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്കറിയാം, ഈ സ്വാമി വിവേകാനന്ദ ചിക്കാഗോ പ്രസംഗത്തിലൂടെ ഈ അടുത്ത് വായിച്ച ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ്. ഞാനത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പുസ്തകത്തിൽ സ്വാമി വിവേകാനന്ദൻ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ സ്വാമി സന്യാസം സ്വീകരിച്ചോട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയോട് ചോദിക്കുന്നു. അമ്മ ഉടൻ തന്നെ മകനോട് പറയും, വിവേകാനന്ദനോട് പറയും, നീ അകത്ത് പോയി കത്തി എടുത്തിട്ട് വന്നു, വീട്ടിൽ മുറിക്കുന്ന പച്ചക്കറിക്ക് മുറിക്കുന്ന കത്തി എടുത്തിട്ട് വന്നു പറഞ്ഞു. അത് വിവേകാനന്ദൻ എടുത്ത് അമ്മച്ചിയുടെ കൈ കൊടുക്കുന്നു. അമ്മ വാങ്ങിയിട്ട് പറഞ്ഞു, നീ സന്യാസിയാവാനായിട്ടില്ല എന്ന ഒരു മറുപടി പറഞ്ഞു. വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം അമ്മയോട് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് പറയും, ഞാൻ സന്യാസിയായിക്കോ, അമ്മ ഞാൻ സന്യാസി ആയിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ വീണ്ടും അമ്മ ഇതേ വാക്ക് തന്നെ, നീ പോയി കത്തി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങളെല്ലാം ചിലർ വായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും സ്വാമി വിവേകാനന്ദൻ കത്തി എടുത്ത് അമ്മച്ചിയുടെ കൈ കൊണ്ടു കൊടുക്കുന്നു. അപ്പോഴും പറഞ്ഞു, നീ സന്യാസിയാവാനായിട്ടില്ല എന്നൊരു മറുപടി. വീണ്ടും ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം ഇതേ ആവശ്യം തന്നെ അമ്മയോട് പറയും, വീണ്ടും കത്തി എടുത്ത് വരാൻ പറയുന്നു. അങ്ങനെ 4ാമതൊരു തവണ കൂടി സ്വാമി വിവേകാനന്ദൻ ഇതേ ആവശ്യം പറഞ്ഞപ്പോൾ അമ്മ കത്തിയെടുത്ത് വരാൻ പറയുകയും ആ കത്തിയെടുത്ത് വന്ന് മകൻ അമ്മക്ക് കൊടുക്കുന്നു. ഉടൻ തന്നെ അമ്മ മറുപടി, ശരി നീ സന്യാസം സ്വീകരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ സ്വാമി വിവേകാനന്ദനോട് സംശയം, ഞാൻ അമ്മയോട് നേരത്തെ ഒരു 3 തവണ പറഞ്ഞപ്പോഴും അമ്മ കത്തിയെടുത്ത് വരാൻ പറഞ്ഞു, ഞാൻ കത്തിയെടുത്ത് കൊണ്ടുവന്ന് അമ്മച്ചയെ ഏൽപ്പിച്ചു, സമ്മതിച്ചില്ല, സന്യാസി ആകണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് 4ാമതൊരു തവണ ഈ കത്തിയും ഞാൻ കൊണ്ടുവന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് സ്വാമി വിവേകാനന്ദൻ ചോദിക്കാം. അപ്പോഴാണ് അമ്മച്ചി പറയുന്നത്, നീ 3 തവണ കത്തി കൊണ്ടുവന്നപ്പോഴും ആ കൈ നിൻ്റെ കയ്യിൽ എന്തായിരുന്നു, കത്തിയുടെ ഏത് ഭാഗമായിരുന്നു നിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് അമ്മ ചോദിക്കുന്നു. ഇവിടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, അന്നൊക്കെ ഞാൻ കത്തിയുടെ പിടിയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അമ്മയുടെ കയ്യിൽ അതിൻ്റെ മൂർച്ചയുള്ള ഭാഗമാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, അപ്പോൾ നീ ഇന്ന് കൊണ്ടുവന്നപ്പോൾ പിടി എൻ്റെ കയ്യിലും അതിൻ്റെ മൂർച്ചയുള്ള പോർഷൻ വിവേകാനന്ദൻ്റെ ഭാഗത്തുമാണ് പിടിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മനസ്സിലായത് മറ്റുള്ളവർക്ക് മുറിവേൽക്കും എന്ന ഒരു തോന്നലിൽ നിന്ന്, അതായത് ഈ കത്തി തിരിച്ചു പിടിക്കുന്നത് നമ്മളെല്ലാം കൊടുക്കുന്നതിന് തിരിച്ചായിരിക്കാം. ഈ മുറിവേൽക്കുന്ന ഭാഗം മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുറിവേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് ശ്രദ്ധിച്ചു പിടിച്ചില്ലെങ്കിൽ. അപ്പോൾ അത് സ്വയം പഠിക്കുകയാണ്. വിവേകാനന്ദൻ്റെ പ്രായം കൊണ്ടത് പക്വതയിൽ നിന്നൊക്കെ തന്നെ സ്വയം പഠിച്ചതായിട്ട് അമ്മച്ചിക്ക് ബോധ്യപ്പെടുന്നതിന് അങ്ങനെയാണ് നമുക്കൊരു സ്വാമി വിവേകാനന്ദനെ നമുക്ക് ഈ ലോകത്തിന് തന്നെ കിട്ടിയതെന്നാണ്. അതുപോലെ മറ്റൊരു മനുഷ്യനുണ്ട് ഇന്ത്യയിലെ 890 ശേഷം എനിക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി ഒരു പുസ്തകത്തോടൊപ്പം ഒരു ചാക്ക് കൂടി കൊണ്ടുപോയി ചാക്കിലിരുന്നുകൊണ്ട് മറ്റു കുട്ടികളൊക്കെ തന്നെ ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോൾ അദ്ദേഹം ചാക്കിലിരുന്ന് വിദ്യാഭ്യാസം ചെയ്യേണ്ടി വന്നു. പ്യൂണില്ലെങ്കിൽ കുടിക്കാൻ വെള്ളം കിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ എഴുതുകയും ചെയ്ത ഒരു വലിയ മനുഷ്യൻ. ഇന്നലെ നമ്മുടെ റിപ്പബ്ലിക് ഡേ ദിനം ആചരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പേരാണ് മഹാനായ ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അദ്ദേഹം ചാക്കിലിരുന്ന് പഠിച്ച മനുഷ്യൻ നമുക്ക് ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപപ്പെടുത്തി, ലോകത്തിന് തന്നെ ഏറ്റവും മഹത്തായ ഭരണഘടന സംഭാവന ചെയ്യുന്നത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആ മനുഷ്യൻ ഈ വിദ്യാഭ്യാസ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാശിയായിരുന്നു, ഞാൻ എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ളൊരു വാശിയിൽ നിന്നാണ്
വിദേശ സർവകലാശാലയിലൊക്കെ പഠിക്കുന്ന എല്ലാ സമ്പത്തുള്ളത്. അന്നത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ 14-ാം വകുപ്പ് 16-ാം വകുപ്പ് ഉൾപ്പെടെ എഴുതി ചേർക്കാൻ, എല്ലാവരും തുല്യരാണ് എന്ന് എഴുതി ചേർക്കാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നുമാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികളെ പഠിപ്പിക്കാം എന്ന പുസ്തകം സുധാകരൻ മാഷിൻ്റെ 2ാമത്തെ പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലും എനിക്ക് പങ്കെടുക്കാൻ കഴിയും. ഞങ്ങളൊരു പഞ്ചായത്തിലാണ് താമസിക്കുന്നത്, ചെറിയശ്ശേരി പഞ്ചായത്തിൽ. നേരത്തെ ഹാപ്പിനെസ് ഹബ് ഉണ്ടായിരുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ്, കീച്ചേരി കുന്നിനടുത്താണ്. അതുകൊണ്ട് മാഷുമായി വളരെ ബന്ധമുണ്ട്. മാഷിൻ്റെ കഴിവുകൾ നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ, നല്ല കുടുംബങ്ങളെ വാർത്തെടുക്കുന്നതിൽ ഉപകാരപ്പെട്ടെ തീർച്ചയായും ഇനിയും മേലും ഇത്തരം പുസ്തകങ്ങൾ മനുഷ്യനെ മാറ്റം ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്ന, നല്ല തലമുറയെ സൃഷ്ടിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ ഇനി രൂപപ്പെട്ടു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ എല്ലാവരും ആശംസകൾ നിർത്തുന്നു. താങ്ക് യു സർ. റിട്ടയർഡ് അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ ഗിരീഷ് ബാബുരാജ് സർ ഞങ്ങളോടൊപ്പം എന്നുമുണ്ട്, കരുത്തായി താങ്ങായി. സർ പ്ലീസ്. വേദിയിലും സദസ്സിലുള്ള ബഹുമാനികളെ, ചിലർ വായിച്ച് നോക്കുന്നുണ്ട്. മനഃശാസ്ത്രം അതിൻ്റെ എന്താണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ 2-3 മിനിറ്റ് കൊണ്ട് ആശംസ വാചകങ്ങൾ അവസാനിപ്പിക്കാം. ഇവിടെ ഒരു പുസ്തകം കൂടി ജന്മം കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പിറവിയെടുത്തിരിക്കുകയാണ്. ഈ അസുലഭ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ എന്നെ ക്ഷണിച്ച ഡോക്ടർ ആദ്യമേ നന്ദി അറിയിക്കുക. ഈ പുസ്തകം ഒരു കഥയല്ല, കവിതയല്ല, ചെറുകഥ, നോവൽ, അങ്ങനെയുള്ള വിവിധ സാഹിത്യ ശാഖകളിൽ പെടുന്നതല്ല. നേരത്തെ പ്രഭാഷകൻ നമ്മുടെ പുസ്തകം ചെറുകഥാകൃത്ത് KT ബാബുരാജ് സാർ പറഞ്ഞ പോലെ ഇതൊരു കൈപുസ്തകമാണ്, റഫറൻസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. ഇത് കുട്ടികളെ പഠിപ്പിക്കാം എന്ന് പറയുമ്പോൾ അത് മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു മാർഗം, മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെതാണ്. മനസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൃത്യമായ നിർവചനം ഡോക്ടർക്കേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചവർക്കേ പറയാൻ പറ്റൂ. നമ്മളത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. നമ്മൾ മനസ്സ് എങ്ങനെയാണ് എന്ന് കേട്ടറിഞ്ഞിട്ടുള്ളത് ചില സിനിമാ ഗാനങ്ങളിലൂടെയൊക്കെ തന്നെയാണ്. അത് മുല്ലനേഴിയുടെയും കാവാലം നാരായണ പണിക്കറൊക്കെ എഴുതിയിട്ടില്ല. ചില വരികൾ ഞാൻ മാത്രം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു, മനുഷ്യൻ കാണാത്ത പാതകളിൽ. അങ്ങനെ എഴുതിയിട്ടുണ്ട്. വേറൊന്ന്, അലകളിലെ പരൽമീൻ പോലെ ആടിയുലയും മനസ്സ്, ദിക്കറിയാതെ മുക്കിളിയിട്ടു കാതരയാ മനസ്സ്. ഇങ്ങനെ മനസ്സിനെ പറഞ്ഞിട്ടുണ്ട്. വേറൊന്ന് നമ്മുടെ കാവാല എഴുതിയിട്ടുള്ള ഒരു പൂവാംകുഴലിൻ പെണ്ണിനിന്നൊരു കിളുന്തുപോലുള്ള മനസ്സ്, കുഞ്ഞായി വിരിഞ്ഞ് കുഞ്ഞിളം നീനിയിൽ കുളിർമയുള്ളൊരു മനസ്സ്. ഇങ്ങനെ മനസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇതിലുള്ള മനസ്സിൻ്റെ ചില വികാരങ്ങൾ മുഖത്തിൽ നിങ്ങൾ ഇപ്പം നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇതിലൊരു മനഃശാസ്ത്രജ്ഞനൊന്നുമല്ല, പക്ഷേ പൊതുവെ നമ്മൾ അങ്ങനെ പറയുന്നതാണ്, മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നുള്ളത്. ഈ മനസ്സിൻ്റെ കൺട്രോൾ കൈവിട്ടു പോകുന്നത് ചെറുപ്പത്തിലേ ഉണ്ടെങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ അതിൻ്റെ കൺട്രോൾ പോകുന്നത് ഏകദേശം കൗമാര കാലഘട്ടത്തിലാണെന്ന് പറയാം. നമ്മൾ യുനെസ്കോ കണ്ടെത്തിയിട്ടുള്ളത് 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് യുനെസ്കോ അന്വേഷിച്ചത്. 30 വയസ്സ് വരെയെല്ലാം ചില പഠനങ്ങൾ നടത്തിയിരുന്നതാണ് പറയുന്നത്. പക്ഷേ ഈ 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾ പെട്ടെന്ന് അവർക്കുണ്ടാകുന്ന വികാരങ്ങളൊക്കെ ദേഷ്യം പിടിക്കുന്ന പോലത്തെ പ്രതികരിക്കുന്ന ആ സ്വഭാവങ്ങൾ, അത് ഈ ടീൻ ഏജ് കാലം എന്ന് പറയുന്നത്. നമ്മൾ 10, 11, 12 കഴിഞ്ഞാൽ പിന്നെ ടീനാണ്. 13, 14, 15, 16 എല്ലാം ടീനാണ്. ആ ഒരു പീരീഡിൽ ഉണ്ടാകുന്ന മാറ്റം, കൗമാരം,
നമ്മളെ പി ഭാസ്കരൻ മാഷ് പാടിയ കളിയും ചിരിയും മാറി കൗമാരം വന്നു കേറി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിന് അവസാനിക്കുന്നത് കൗമുദി ആളാകെ മാറി എന്നാണ്. അത് നമ്മൾ ചെറിയ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിലേക്ക് പാസ്സായപ്പോൾ ആ 3ാം ക്ലാസ്സിൽ വലിയ ഒരു അധ്യാപകരുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, ഗുരുതുല്യമായി നമ്മൾ കാണേണ്ടവരല്ല. പക്ഷെ ആ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മറ്റു കുട്ടികൾ, അവിടെ തോറ്റിരിക്കുന്ന കുട്ടികൾ നമ്മളോട് പാടിത്തുന്ന പാട്ടാണ് ഈ കളിയും ചിരിയും മാറി കൗമാരം വന്നു കയറിയത്. വാസ്തവത്തിൽ അന്ന് നമുക്ക് ശരിക്കും കൗമാരമൊന്നും വന്നു കയറിയില്ല, ഒരു 7 വയസ്സിൻ്റെ പ്രായമേ ഉള്ളൂ. പിന്നീട് വലുതായപ്പോഴാണ് ഇതിൻ്റെ അർത്ഥത്തെ ശരിക്കും എന്താണ് കളിയും ചിരിയും മാറി കൗമാരം വന്നു കയറിയത്. ഈ കൗമാരത്തിലാണ് ഇത് തെറ്റുന്നത്. അതുകൊണ്ട് ഡോക്ടർ കല്യാസിൻ്റെ, ഡോക്ടർ സുധാകരൻ്റെ അനുഭവത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു പുസ്തകം പുറത്തെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. ആ പുസ്തകം പലരും, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പലരും വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ അവസാനം അത് അതിൽ വരി അവസാനിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് അവസാനിക്കുന്നത് കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടാണ് ആ പുസ്തകത്തിൻ്റെ അവസാനത്തെ വരി. അത് ഗൗരവത്തിലെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം വായിച്ച അല്ലെങ്കിൽ അനുഭവിച്ച അല്ലെങ്കിൽ ആ തലമുറകൾ അത് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ സുധാകരൻ സാർ അത് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 2ാമതൊരു പുസ്തകം കുട്ടികളുടെ പഠനത്തെ സംബന്ധിച്ചുള്ള, കുട്ടികളെ പഠിപ്പിക്കാം എന്ന് പറയുന്ന 2ാമത്തെ പുസ്തകം അദ്ദേഹം ഇവിടെ തയ്യാറാക്കി. അപ്പോൾ ഇതൊരു മനഃശാസ്ത്രപരമായിട്ട് അതിന് മാർഗങ്ങൾ തേടിയിട്ടുള്ള പുസ്തകമാണ്. മനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ പൊതുവെ മനഃശാസ്ത്രജ്ഞന്മാരെ കാണുമ്പോൾ നമ്മളെല്ലാം തലമുറയിൽപ്പെട്ടവർ പണ്ട് സിനിമ കാണുമ്പോൾ സിനിമയിൽ മനഃശാസ്ത്രജ്ഞനുണ്ടാവും. അയാളെ കാണുമ്പോൾ അയാൾക്കൊരു ഫിഗറുണ്ട്, അത് പലർക്കും ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല. ഒരു വേഷമുണ്ട്, ബുദ്ധിപരമായി ബുദ്ധിജീവി പോലെയുള്ള ഒരു ഇതാണ്. നിങ്ങൾ പഴയ സിനിമകളൊന്നും വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോ. പിന്നെ ആ രീതിയിലായിരിക്കും. ഏറ്റവും അവസാനം അതിൽ കൂടുതൽ ഫേമസ് ആയിട്ടുള്ളൊരു മനഃശാസ്ത്രജ്ഞനാണ് നമ്മുടെ മാടമ്പള്ളിയിലെ വനരോഗിയെ കണ്ടെത്താൻ വേണ്ടി വന്ന നകുലൻ. ശ്രീദേവി അല്ല യഥാർത്ഥ മനോരോഗി, ഗംഗയാണ് നകുല എന്ന് പറയുന്ന ഒരു സണ്ണി. ആ സണ്ണിക്കും അദ്ദേഹം ഈ ഭ്രാന്തമായ ചില പാതകളിലൂടെ സഞ്ചരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അയാൾക്കും ചില എന്തല്ലോ ഈ മനഃശാസ്ത്രപരമായ ഒരു ആളുടെ ചില മാനറിസം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള മാനറിസങ്ങളൊന്നും ഇല്ല. ഇദ്ദേഹത്തെ പിന്നെ കാണുമ്പോൾ തന്നെ ഈ ചിരിയാണ്. നമ്മളെ ഗിരീഷ് മുത്തഞ്ചേരി എഴുതിയ ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി എന്ന് പറയുന്ന പോലെ വളരെ പ്രസന്നവതനായിട്ടാണ് നമ്മളെ മനഃശാസ്ത്രത്തിൻ്റെ ആളുകളോടുള്ള ഇടപെടൽ. അതുകൊണ്ട് കൗൺസിലിങ്ങിന് വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഒരു മനഃശാസ്ത്രത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭയം അതില്ല, ആളുകളെ സ്വീകരിക്കുന്നതിലുമില്ല. അപ്പോൾ അദ്ദേഹം ആ രീതിയിൽ വളരെ തുറന്ന രീതിയിൽ ആളുകളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും നടത്തുന്നത് അതേ മനസ്സോടെ വളരെ ലളിതമായി ലാളിത്യമായി തയ്യാറാക്കിയതാണ് ഈ പുസ്തകവും. ഈ പുസ്തകം ഈ പറയുന്ന പോലെ നമ്മളെ ബാബുരാജ് സാർ പറഞ്ഞ പോലെ ഒരു കൈപ്പുസ്തകമായി ഇവിടെ ഉണ്ടാകുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി റിട്ടയർഡ് അധ്യാപകനും ഏഴോം പഞ്ചായത്ത് മെമ്പറുമായിരുന്ന രവീന്ദ്രൻ തെരു ആശംസ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ കാര്യമാത്ര പ്രസക്തവുമായ ഒരുപാട് കാര്യങ്ങൾ വളരെ സർഗാത്മകമായി തന്നെ ഇവിടെ വിവരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്. ഡോക്ടർ സുധാകരൻ എന്ന് പറയുന്ന സുധാകരൻ്റെ ഒരു ക്ലാസ്മേറ്റാണ് ഞാൻ. ഒരു ക്ലാസ്മേറ്റിന് ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസാരിച്ച
ഗിരീഷ് ബാബുവും ക്ലാസ്മേറ്റ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് ചിലവർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സുധാകരനും ഞാനും ഇപ്പോൾ പറഞ്ഞ ഈ പ്രസന്നതയുടെ കാര്യങ്ങളിൽ പലപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ സുധാകരൻ എന്നെക്കാൾ ഒരുപടി മുൻപിലാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികളെ പഠിപ്പിക്കാം എന്ന് പറയുന്ന ഈ ടൈറ്റിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും, അതായത് അധ്യാപകർ ഒരു വിദ്യാർത്ഥി ആയിരിക്കണം എന്നുള്ള കാര്യം വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് തന്നെ കേൾക്കുകയും ഏതാണ്ട് 35 വർഷത്തോളം ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ കുട്ടികളോടും രക്ഷിതാക്കളോടും അധ്യാപക പരിശീലകൻ എന്നുള്ള രീതിയിൽ അധ്യാപകരോടും നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ 35 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് കുട്ടികളെ ശരിയായി പഠിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു തിരിച്ചറിവ് പലപ്പോഴും, അങ്ങനെയുള്ളൊരു കാര്യം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒരു അധ്യാപകൻ ഒരു റിട്ടയർമെന്റിൽ സംസാരിച്ചൊരു കാര്യം ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞത് 34 വർഷമായി ഞാൻ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ തോന്നുന്നത് കുറച്ചുകൂടി സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വൃത്തിക്ക് പഠിപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നമ്മൾ പുഴയിൽ നിൽക്കുമ്പോൾ നമുക്ക് പുറത്തെ കാര്യങ്ങളെ അറിയില്ല. പക്ഷെ പുറത്ത് കയറുമ്പോഴാണ് പുഴയുടെ കുളിർമ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഈ കുട്ടികളെ പഠിക്കുക എന്നൊക്കെ പറയുന്നത് ചില ആളുകൾ പറയുമ്പോൾ ഭംഗിവാക്കാവുകയും ചില ആളുകൾ പറയുമ്പോൾ ആ വാക്കുകൾക്ക് അർത്ഥമുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ അർത്ഥമുള്ള വാക്കുകൾ കൊണ്ട് വീണ്ടും ഒരു പുസ്തകത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് ഡോക്ടർ സുധാകരൻ കടന്നു വന്നിരിക്കുകയാണ്. ഒരു പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് വളരെ ഒരു സൗഹൃദ സദസ്സിൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ആ ഒരു കൂട്ടായ്മ നമുക്കറിയാം, ഒരു സൗഹാർദ്ദമായ കൂട്ടായ്മയാണ്. പക്ഷെ ഈ പുസ്തകത്തിന്റെ പ്രകാശം ഈ സമൂഹത്തിലാകെ വെളിച്ചമുണ്ടാക്കും, അതായത് സമൂഹത്തിൽ അത് പ്രകാശിതമാകും, പ്രകാശപൂരിതമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരർത്ഥത്തിൽ ഈ പുസ്തകം നാളത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നാളത്തെ പൗരന്മാരെന്നാണ് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുക. പക്ഷെ കുട്ടികൾ നാളത്തെ പൗരന്മാരല്ല എന്നുള്ളതും കുട്ടികൾ ഇന്നത്തെ പൗരന്മാരാണ് എന്നുള്ളതും നമ്മൾ പലപ്പോഴും തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടികൾ ആരുടേതാണ് എന്നുള്ളതും വളരെ പ്രസക്തമാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ കുട്ടികൾ നമ്മുടേത് മാത്രമാണെന്നാണ്. പക്ഷെ സത്യത്തിൽ നമ്മുടെ കുട്ടികൾ നമ്മുടേത് മാത്രമല്ല എന്നും നമ്മുടെ കുട്ടികൾ സമൂഹത്തിൻ്റെത് കൂടിയാണ് എന്നും ഓരോ രക്ഷിതാവും തിരിച്ചറിയുമ്പോഴാണ് കുട്ടികളുടെ സാമൂഹ്യ ബോധത്തിലേക്ക് നമുക്ക് കുട്ടികളെ നയിക്കാൻ വേണ്ടി കഴിയുക. തീർച്ചയായും ഇവിടെയുള്ള ഈ പുസ്തക പ്രകാശനത്തിന്റെ ഏറ്റവും മഹത്തരമായ വേറൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളിവിടെ സംസാരിച്ച സമയങ്ങളിലെല്ലാം നമ്മൾ കുട്ടികളെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളത് ഏറെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഈ പുസ്തകം കുട്ടികളെ പഠിക്കാനും പഠിപ്പിക്കാനും ആണെങ്കിലും സത്യത്തിൽ പുസ്തകത്തിലെ താരങ്ങൾ കുട്ടികളാണ് എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു വസ്തുതയാണ്. ആ ഒരർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ കൂടുതൽ സർഗാത്മകമാക്കാൻ, അവരെ സമൂഹത്തിന്റെ മുന്നണി പോരാളികളാക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ കടമനിട്ടി തന്നെ പാടിയിട്ടുണ്ട്, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിൽ എപ്പോഴും കത്തിജ്വലിക്കും, ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. അങ്ങനെ അണയാത്ത കണ്ണായി തീരാൻ ഇത്തരം പുസ്തകങ്ങൾ കൂടി ഉപകാരപ്രദമാവും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങൾ നേർന്നുകൊണ്ടും പ്രിയപ്പെട്ട ഡോക്ടർ സുധാകരൻ ഇനിയും കൂടുതൽ ഇത്തരം മേഖലകളിൽ പുതിയ പുസ്തകങ്ങൾ കൊണ്ട് സർഗാത്മകത കൊണ്ട് സജീവമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ആശംസ കൂടിയുണ്ട്. നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച കാസർഗോഡ് നിന്ന് കഴിഞ്ഞ വർഷം DD-ആയി വിരമിച്ച ശ്രീ നന്ദികേശൻ സാർ, ശ്രീ സുധാകരൻ മാഷിൻ്റെ ഒരു സഹപ്രവർത്തകൻ കൂടിയാണ് കാസർഗോഡ്. അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ കാസർഗോഡ് DO അങ്ങനെ DD-ആയി വിരമിക്കുകയും ഗണിതശാസ്ത്രത്തിൻ്റെ പിന്നെ റിസോഴ്സ് പേഴ്സണായി ഇപ്പോഴും അദ്ദേഹം ഒരു SCRT-യുടെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ശിക്ഷ സദനിൽ ഉള്ളപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം പങ്കുചേരുകയാണ്. ഒരു ആശംസാ പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം.
വളരെ യാദൃശ്ചികമായി ഇന്നലെ വൈകുന്നേരം സുധാകരൻ മാഷ, ഞാൻ ഏകദേശം 25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സാറിൻ്റെ അവിടെ എനിക്ക് സാറിനെ മനസ്സിലായി. സാറിന് എന്നെ എത്രമേലും മനസ്സിലായിനി എന്നാണ് ചെറിയ. അപ്പോൾ 25 വർഷങ്ങൾക്ക് മുമ്പ് ഉദുമ ഹൈസ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ച് കുറച്ച് സമയം അല്ല സാറിൻ്റെ മനോഹരമായ മലയാളം ക്ലാസ്സുകൾ, ഞാനൊരു കന്നഡ മീഡിയത്തിൽ പഠിച്ച ആളാണ്, ഞങ്ങളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. ക്ലാസ്സിൻ്റെ പുറത്തോ അല്ലെങ്കിൽ തൊട്ടടുത്ത ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ കേട്ടതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അതോടൊപ്പം രാജീവ് മാഷ്, ഞാൻ DO അയക്കുന്ന സമയത്ത് എൻ്റെ HM ഫോറം കൺവീനറായിരുന്നു, എന്നോടൊപ്പം ഏറ്റവും അടുത്ത ഒരാളാണ്. അപ്പോൾ യാദൃശ്ചികമായി നിങ്ങളോടൊപ്പം ചേരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം പുസ്തകത്തിന് ഞാൻ ഡയറ്റിലേക്ക് ഒരു 6 കൊല്ലം വർക്ക് ചെയ്ത ഒരാളാണ്. നമ്മൾ ഇനിയും നമ്മുടെ കുട്ടികളെ പഠിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാനടക്കം നമ്മളൊക്കെ വിദ്യാസമ്പന്നർ അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ അറിയുന്നവർ എന്ന് വിശ്വസിക്കുന്ന നമ്മളടക്കം നമ്മുടെ സ്വന്തം കുട്ടികളെ പോലും എങ്ങനെ വളർത്തണം അല്ലെങ്കിൽ അവരുടെ മാനസിക പ്രയാസങ്ങളിലേക്ക് നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ധാരണ നമുക്ക് എനക്കടക്കമില്ല, ഉറപ്പല്ലേ? കുട്ടികളെ സ്നേഹിക്കുന്ന കാര്യത്തിലും അവർക്കൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമ്മളാണ് എപ്പോഴും തീരുമാനം എടുക്കുന്നത്, അല്ലേ സാർ? ഒരുപക്ഷെ അത് എത്രത്തോളം ശരിയെന്നുള്ളതും കുട്ടികൾക്ക് അവരുടേതായ ചിന്തയുണ്ട്, അവരുടേതായ രീതിയുണ്ട്, അതിനനുസരിച്ചിട്ട് അവരോടൊപ്പം നിൽക്കാൻ നമ്മളൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്. അപ്പോൾ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും, അധ്യാപകർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ രാജീവ് മാഷൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞു അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും നമ്മളാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു 2, 3 അല്ലെങ്കിൽ 5 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയെ കൊണ്ട് ഒരു തുണിക്കടയിലേക്ക് പോകുന്നു ഒരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി. അപ്പൊ നമ്മളൊക്കെ കണക്കൂടുന്ന 5,000, 8,000 റുപ്യയുടെ നല്ല ഇതൊക്കെ. അപ്പൊ കുട്ടി ഏറ്റവും ആദ്യം ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സായിരിക്കും ഒരു 150, 200 റുപ്യയുള്ള, ആ കുട്ടിക്ക് ഇഷ്ടമുള്ള കളറുള്ള ഒരു ഒരു ഡ്രസ്സായിരിക്കാം. അതിനൊരിക്കലും നമ്മൾ വാങ്ങിക്കൊടുക്കും. കുട്ടി അങ്ങനെ ചോദിച്ചാൽ പോലും അതല്ല വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കുന്ന നമ്മളായിരിക്കാം. കുട്ടിക്ക് അതിന്റെ വില 500, 1000 എന്നുള്ളതല്ല അവന് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇത്തരത്തില് ഓരോ കുട്ടിയെയും അവനോടൊപ്പം നിൽക്കാനും അവന്റെ സപ്പോർട്ടിംഗ് ആയി നിൽക്കാൻ രക്ഷിതാക്കളായ നമ്മൾക്കും പറ്റുന്നില്ല. അതുപോലെ തന്നെ അധ്യാപകർക്ക്, അധ്യാപകർ ഒരുപാട് ക്രൈസിസിലൂടെയാണ് പോകുന്നത്, അല്ലേ സാർ? നമ്മളൊക്കെ സാറൊക്കെ ഇപ്പോൾ പറഞ്ഞു. അപ്പൊ അതിനുള്ള കാരണം നമുക്ക് ഇപ്പോഴും കുട്ടികളുടെ ആവശ്യത്തിനോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പുസ്തകം ഇതുവരെ കണ്ടില്ല സാറ്. ഞാൻ കുറച്ചൊക്കെ ഡയറ്റിലൊക്കെ സൈക്കോളജിയൊക്കെ പഠിപ്പിച്ച ഒരാളാണ്. അബ്രഹാം മാസ്ലോനെ, കാർലോജസ് ഒക്കെ ഉണ്ട് സാറില്ലേ അവരെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ തരത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള ഒരു സപ്പോർട്ടിംഗ് ആയ മെറ്റീരിയലായി ഡോക്ടർ സുധാകരൻ സാർ എഴുതിയ പുസ്തകം നമ്മളോടൊപ്പം നിൽക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് ഞാൻ DD-ആയി വർക്ക് ചെയ്ത് യാദൃശ്ചികമായി ഇന്നലെ ഇവിടെ എത്തിയതാണ്. സാറിനെ കണ്ടതും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. സാറിന് ഇനിയും സാറൊക്കെ പറഞ്ഞു അധ്യാപകർക്ക് വേണ്ട പുസ്തകങ്ങളും അതിനപ്പുറമുള്ള പുസ്തകങ്ങളും എഴുതാനുള്ള കരുത്ത് സാറിന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സർ. കണ്ണൂർ ജില്ലയിൽ കൗൺസിലിംഗും സൈക്കോതെറാപ്പിയും ഒറ്റ പേരിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ ഒറ്റ പേരാണ് ഡോക്ടർ സുധാകരൻ കല്യാസ്. 32 വർഷത്തെ അധ്യാപന പരിചയം, സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷനിസ്റ്റ്, ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ട്രെയിനർ, മൈൻഡ് പവർ ട്രെയിനർ. കൗമാരം, ചില കൗൺസിലിംഗ് പാഠങ്ങൾ എന്ന ഒറ്റ പുസ്തകത്തിലൂടെ എഴുത്തിന്റെ മേഖലയിൽ കടന്ന അദ്ദേഹത്തിന്റെ 2ാമത്തെ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശിതമായിരിക്കുന്നത്. വിശേഷങ്ങൾക്കപ്പുറമാണ് എന്നതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നില്ല. അതിനു മുന്നേ ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സാറ് എൻ്റെ അധ്യാപകനാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഏറ്റവും സന്തോഷവതിയാണ്. പഠനകാലങ്ങളിലായാലും ഇപ്പോഴായാലും എൻ്റെ ഏറ്റവും പവർഫുള്ളായ ഒരു സാറ് എന്ന നിലയിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപകനാണ്. കൂടാതെ സാറിൻ്റെ ചിരിയാണ് എപ്പോഴും നമുക്കൊരു മോട്ടിവേറ്റ് ആവുന്നത്. ക്ലാസ്സിലായാലും പുറമേയുള്ള നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾക്കായാലും സാറ് നമ്മളോടൊപ്പം എന്നും ഉണ്ടാവാറുണ്ട്. ഇന്നും അതുപോലെ നല്ലൊരു കൂട്ടുകാരനായും അച്ഛനായും അധ്യാപകനായും അങ്ങനെ എല്ലാ നിലയിലും ഒന്നിച്ചുണ്ടാവുന്ന സാറിന് എൻ്റെ പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. സാറിനെ നന്ദി പ്രകടനത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയം നിറഞ്ഞ
വലിയ കയ്യടിക്കുള്ള ആളുകളില്ല എന്നുള്ളത് സത്യത്തിൽ ചിലപ്പോൾ ഒരു ആശ്വാസം കൂടിയല്ലേ. 100-150 പേരെ ഞാൻ വ്യക്തിപരമായി വിളിച്ച് ക്ഷണിച്ചിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം നല്ലൊരു ശതമാനം ആളുകൾ വരും എന്ന് പറഞ്ഞവരാണ്. ചിലവർ അപൂർവം ചിലർ പറഞ്ഞു എടാ പറ്റില്ല, ഇങ്ങനൊരു പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ ആണ്, ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അത് പറഞ്ഞു. നോക്കട്ടെ എന്ന് പറഞ്ഞവരുണ്ട്, 3 കാറ്റഗറി. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് നോക്കട്ടെ എന്ന് പറഞ്ഞവരൊക്കെ ഇവിടെയുണ്ട്. വരാമെന്ന് ഉറപ്പ് പറഞ്ഞതിൽ ഒരു 10% പോലും ഇല്ല എന്നുള്ളതും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും സന്തോഷം. കാരണം ആളുകളുടെ എണ്ണത്തിലല്ല, ആയിരിക്കുന്ന ആളുകളുടെ അവരുടെ മാനസികാവസ്ഥയിലാണ് ഒരു സദസ്സിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും നിലനിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ് ഇന്നത്തെ ഒരു ദിവസം. ഈ ഒരു പുസ്തകം യഥാർത്ഥത്തിൽ ആദ്യം എഴുതി തുടങ്ങിയ പുസ്തകം ഇതാണ്. അതൊരു 10 വർഷം മുമ്പാണ്. അന്ന് എഴുതി 10 വർഷങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെല്ലാം വന്നു, ആളുകളുടെ ജീവിതത്തിൽ വന്നു. ജെൻസി എന്ന് പറയുന്നതൊക്കെ വലിയ ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ മനോഭാവത്തിലും പ്രകൃതത്തിലും പെരുമാറ്റത്തിലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തൊക്കെ മാറ്റങ്ങൾ വന്നപ്പോൾ ഓരോ പ്രാവശ്യവും പുസ്തകം മാറ്റി മാറ്റി എഴുതേണ്ടി വന്നു. കുഞ്ഞുണ്ണി മാഷ് തൻ്റെ ഒരു കവിത 18 വരിയുള്ള കവിത 18 വർഷം കൊണ്ട് പൂർത്തിയാക്കി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, ഇത്രയൊക്കെ വേണമെന്നുള്ളത്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ എത്തി നോക്കുമ്പോൾ 10 വർഷം എന്നുള്ളത് ഒരു കാലമല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കാരണം ചിലപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഇത് ഒരു ചാപ്പിള്ളയായിട്ട് തന്നെ നിന്നേനെ. പക്ഷെ എനിക്ക് തോന്നി, കാരണം ഇത് എഴുതണം. അങ്ങനെ തോന്നാൻ ഒരു കാര്യം എന്താ പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന ആളുകളിൽ ചെറിയ മക്കളുണ്ട്. കഴിഞ്ഞ ദിവസം വന്നത് സ്കൂളും മടിയുള്ള 1ാം ക്ലാസ്സിലൊരു കുട്ടിയാണ്. അപ്പം ഞാൻ ആ കുട്ടിയോട് 1, 2, 3 പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കും, ടീച്ചർ കഥ പറഞ്ഞു തരുത്തുണ്ടോ? അപ്പോൾ 1, 2 ഒക്കെ പറഞ്ഞു തരുന്നത്. അമ്മയോ? അമ്മ കഥയൊന്നും പറയില്ല. അമ്മ എന്ത് കഥ? അമ്മ ഫോണിൽ നോക്കിയിരിക്കും. അതിന് അപ്പോൾ അതെനിക്കൊരു വല്ലാത്ത വേദനയായി. കുട്ടികൾ കഥ കേൾക്കണ്ടേ, കഥ കേട്ട് വളരണ്ടേ? പിന്നെ എങ്ങനെയാണ് അവരുടെ ഉള്ളിൽ ഭാവന വളരുക? കുട്ടികളുടെ ഭാവന എന്ന് പറഞ്ഞത് ഫാന്റസി അല്ലേ? ആ ഫാന്റസിയിൽ നിന്നല്ലാതെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത്? നടക്കുന്നത് പോലും ഫാന്റസിയിലൂടെയല്ലേ, ഭാവനയുടെയല്ലേ? നമ്മൾ പറയുന്ന കള്ളങ്ങളിൽ പോലും ഭാവനയില്ലേ? തീർച്ചയായിട്ടും കഥകൾ കുട്ടികളിലേക്ക് എത്തണം. അങ്ങനെ ഒരു സമൂഹം രൂപപ്പെടണമെന്ന സ്വാർത്ഥ താല്പര്യത്തിന്റെ പുറത്താണ് ഞാൻ പിന്നെ അവസാനം ഈ പുസ്തകത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോയത്. മറ്റൊന്ന്, 1 മാസമായി പുസ്തകം പ്രിന്റ് ചെയ്ത് വെച്ചിട്ട്, പക്ഷേ ഇത് നമ്മുടെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പ്രകാശനം ചെയ്യണമെന്നുള്ളതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഒരു വിദ്യാഭ്യാസത്തിന് മെത്തഡോളജിയും സൈക്കോളജിയും എവിടെയൊക്കെ ഇഴചേർക്കാമെന്ന് വളരെ ബോധപൂർവം ആലോചിച്ചുറപ്പിച്ച് ചെയ്ത ഒരു പുസ്തകം രക്ഷിതാക്കളുടെ മുമ്പിൽ, അധ്യാപകരുടെ മുമ്പിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് വിദ്യാഭ്യാസത്തിന്റെ മേധാവി തന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തുനിന്നത്. അതൊരു പ്രവൃത്തി ദിവസമാവുന്നു എന്നുള്ളതിന് 2 കാരണമുണ്ട്. അതിലൊന്ന് നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ കിട്ടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ TK മെനിലെ എങ്കിലും കുറച്ച് കുട്ടികൾ, അധ്യാപക വിദ്യാർത്ഥികൾ ഇതിൽ വേണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അത് എണ്ണത്തിൽ കുറവാണെങ്കിലും അവരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്നൊരു പ്രവൃത്തി ദിവസം ഈ ഒരു ശ്രമം ഇങ്ങനെ പര്യവസാനിച്ചത്. എന്തായാലും വലിയൊരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ കുറേ സൗഹൃദങ്ങളാണ് ഇതിന് ചുറ്റും ഉണ്ടായിരുന്നത് എന്നുള്ളതും എന്നെ ഭയങ്കരമായിട്ട് എന്നെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. നമ്മൾ വാക്കുകൾക്കപ്പുറത്തേക്ക് വിളിക്കുന്നതോ കാണുന്നതല്ല, അതിനപ്പുറത്തേക്ക് ആത്മാവ് കൊണ്ട് തിരിച്ചറിയുന്ന ചില ബന്ധങ്ങളുണ്ടല്ലോ. ആ ബന്ധങ്ങൾ തന്നെയാണ് എൻ്റെ ചുറ്റും ഇന്നിപ്പോൾ നിൽക്കുന്നത്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ഈ ഒരു പുസ്തകം ഒരു പരിശീലനത്തിലൂടെയാണ് രക്ഷിതാക്കളിലേക്ക് എത്തിക്കാൻ വിചാരിക്കുന്നത്. സ്കൂളുകളിൽ ചെല്ലുക, അവിടുത്തെ രക്ഷിതാക്കൾക്ക് ഫ്രീ ആയിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കാൻ, ആവശ്യമുള്ളവർ പുസ്തകം വാങ്ങി വെക്കട്ടെ എന്നാണ്. ഇതൊരു വിൽപ്പന തന്ത്രമോ അല്ലെങ്കിൽ ഒരു മീൻസ് ഒരു നമ്മുടെ ഒരു കച്ചവട ചരക്കോ ആയിട്ടല്ല. തീർച്ചയായിട്ടും കുട്ടികളിലേക്ക് എത്തണം. കുട്ടികൾ നല്ല മനസ്സോടുകൂടി വളർന്നു വരണം എന്നുള്ള ഒരു ആഗ്രഹം. അത് കൗൺസിലിങ്ങിൽ ഇപ്പം എന്നോട് നേരത്തെ ആരോ ചോദിച്ചു എങ്ങനെയുണ്ട് എന്നൊക്കെ. സത്യത്തിൽ എഴുന്നേക്കാൻ നേരമില്ലാത്ത അവസ്ഥയാണ്. അത്രയധികം പ്രശ്നങ്ങൾ. അത് പണ്ടൊക്കെ ഒരു 10 വർഷം മുമ്പൊക്കെ കുട്ടികളാണ്, പഠന പ്രശ്നങ്ങളാണ് വന്നിരുന്നെങ്കിൽ ഇന്ന് ഓരോ വ്യക്തിയും പ്രശ്നത്തിലാണ്. അപ്പം അതുകൊണ്ട് അവധി ദിവസങ്ങളില്ല. ഈ മാസം സത്യത്തിൽ 3 ദിവസം ബോധപൂർവ്വം എടുത്ത അവധിയാണ്. ഇന്ന് 4ാമത്തെ അവധിയാണ്. അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും രാത്രി ഓൺലൈനായിട്ടും ഓസ്ട്രേലിയയും ജർമ്മനിയും ഫ്രാൻസിലുള്ള കുട്ടികൾ, അതും പഠിക്കാൻ പോയിട്ടുള്ള മക്കൾ, അവർ ഓൺലൈനായിട്ട് ഞാനിങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ പേടിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അപ്പം അങ്ങനെയൊരു നമ്മുടെ ജീവിതം സങ്കീർണമാകുമ്പോൾ, നമ്മുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് നമുക്ക് വ്യതിചലിക്കാനാകുമ്പോൾ, അതിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ, നമ്മളൊരു ട്രാപ്പിൽ പെട്ട് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലോകം നമുക്ക് വലിയ ആശാവഹമായിട്ടുള്ള ഒന്നല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടാവണം. ഇനി മനുഷ്യ മനസ്സുകളിലേക്ക് സന്തോഷത്തിന്റെ, ആശ്വാസത്തിന്റെ കണങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട് എന്ന് ആഗ്രഹിക്കുന്നതിന്റെ പുറത്താണ് ഈ ഒരു പുസ്തകം. എന്തായാലും ഒരു വലിയ സന്തോഷം.
എല്ലാവരും നല്ല രീതിയിൽ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളത് നന്ദി ഒരു വാക്കല്ല, അത് ഹൃദയത്തോടുള്ള ചേർത്തുവെപ്പാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ന് ഇവിടെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ സമ്പന്നമാക്കിയ നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീമതി ടി ഷൈനി മാഡം, അവരെ വളരെ ഹൃദയപൂർവ്വം സ്നേഹത്തോടു കൂടി ഇതിൻ്റെ ശരിക്കും ഹാപ്പിനെസ് ബുക്സിൻ്റെ പേരിൽ, ഹാപ്പിനെസ് ഹബിൻ്റെ പേരിൽ, ഹാപ്പിനെസ് കമ്മ്യൂണിൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതിനേക്കാളും ഏറെ അല്ലെങ്കിൽ അതിനൊപ്പം പറയാവുന്ന ഒരാളാണ് നമ്മുടെ രാജീവ് നിസാറ്. അദ്ദേഹവുമായിട്ട് ഈ പറഞ്ഞതുപോലെ വളരെയധികം ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ്. മനസ്സ് തുറക്കാൻ ഞാൻ ചിലപ്പോൾ ഓടിയെത്താറുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. നമുക്കുണ്ടല്ലോ ഒരു മനസ്സ് അല്ലേ, കൗൺസിലിംഗ് വരുന്നവർക്ക് മാത്രമല്ല. അപ്പോൾ അങ്ങനെ ചേർത്ത് നിർത്തുന്ന രാജീവ് മാഷിനെ പറഞ്ഞപ്പോൾ തന്നെ അത്രയേറെ സ്നേഹത്തോടു കൂടി ഈ ഒരു രംഗത്ത് വരികയും നമ്മുടെ ഹാപ്പിനെസ് ബുക്സിൻ്റെ നമ്മുടെ ഹാപ്പിനെസ് ബുക്സ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു ബുക്കാണ് ഈ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാം. അതിൻ്റെ പ്രവർത്തനങ്ങളിലും അതിനൊപ്പം നമ്മളോടൊപ്പം നിൽക്കുന്നതിൽ വലിയ സന്തോഷം. തീർച്ചയായിട്ടും അദ്ദേഹത്തിനുള്ള നന്ദിയും ആദരവും ഞാൻ ഹൃദയത്തിൽ ഏറ്റുകൊള്ളുന്നു. വാക്കുകളിൽ അപ്പുറത്താണ് എന്നുള്ളത് കൊണ്ടാണ് അത് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ദിനേശന് ഞാനും പഠിക്കുന്ന കാലത്ത് ദിനേശൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ദിനേശന് എനിക്കൊരു അത്ഭുതമുള്ള സുഹൃത്താണ്. കാരണം ദിനേശിൻ്റെ ഭാഷ, വാക്കുകൾ, നോട്ടം ഇത്രയും സൗമ്യമായിട്ട് ഞാനൊരു സുഹൃത്തിനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. മറ്റു സുഹൃത്തുക്കൾ ക്ഷമിക്കുക. അത്രയേറെ സ്നേഹം ഇന്ന് കൊണ്ട് നടക്കുന്ന ദിനേശൻ ഇതിൻ്റെ അമരത്ത് ഉണ്ടായി സ്വാഗത ഭാഷകനായിട്ട് അദ്ദേഹത്തിന് ഞാൻ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. ഔപചാരികമായി മാത്രം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങുകയും ആശംസ പറയുകയും കുട്ടികളെ ഒപ്പം നിർത്തുകയും ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അഞ്ജന ടീച്ചറോട് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം പക്ഷേ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ പുറത്താണ് സത്യത്തിൽ നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. അതിന് അഞ്ജന ടീച്ചറോട് വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. അതോടൊപ്പം അതിനൊക്കെ ഞാൻ ആദ്യം പറയേണ്ടിയിരുന്നത് നമ്മുടെ ബാബുവേട്ടനെ കുറിച്ചാണ്. ഈ പുസ്തകത്തിൻ്റെ എൻ്റെ 2 പുസ്തകത്തിൻ്റെ ഈ കവർ ഒന്നും ചിന്തിക്കാനില്ല എനിക്ക്. ഇങ്ങനെ ഒരു പുസ്തകം വരുന്നുണ്ട്, എന്ത് ചെയ്യണം, കവർ വേണം. അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടാണുള്ള കൗമാരത്തിൻ്റെ കവർ. ആ കവർ അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ ഒരു സൈക്കിൾ ഓടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കവറാണ് അത്. അതേപോലെ തന്നെ ഈ ഒരു പുസ്തകം ഒരു കവറിന് വേണ്ടി വന്നപ്പോൾ അദ്ദേഹം എന്നോട് സജസ്റ്റ് ചെയ്ത് നമുക്ക് AI എടുക്കാമെന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, AIയുടെ കാലമാണെങ്കിൽ പോലും അതിൽ ജൈവികമായിട്ടുള്ളൊരു അംശം വേണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുകയും അത് മനോഹരമായിട്ടുള്ള ഒരു കവറായിട്ട് വരികയും ചെയ്തു. അതിൽ ഓരോ ഘട്ടത്തിലും എനിക്ക് സമീപിക്കാൻ വളരെ സധൈര്യം സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ KT ബാബുരാജ്. എനിക്ക് വളരെയേറെ കാലത്തെ അദ്ദേഹത്തിന് എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഞാനൊരു തളിപ്പറമ്പ് നോർത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ ഞാൻ അദ്ദേഹത്തെ ആദ്യം വിളിച്ചുകൊണ്ടിരുമ്പോഴാണ് നമ്മുടെ പരിചയം അവിടെ ആരംഭിക്കുന്നത്. അന്നൊരു സാധാരണയിൽ കവിഞ്ഞ് ടീച്ചേഴ്സിൻ്റെ ഒരു ഒരു അവരുടെ ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു പ്രകാശനമൊക്കെ നടക്കുകയുണ്ടായി. ഈ ഓണപ്പതിപ്പുകളുടെ പ്രകാശനമൊക്കെ നടക്കുകയുണ്ടായി. അന്ന് തൊട്ടുള്ള ഒരു ബന്ധം വർഷങ്ങൾ കുറേയായി, 2008 മറ്റാണ്. ഇപ്പോഴും ഒരേ ശക്തിയോടുകൂടി ഒരേ തീവ്രതയോടുകൂടി നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം. അതിന് താങ്ക്സ് സർ. ശ്രീ KT ബാബുരാജന് ഇത് നല്ലൊരു പ്രഭാഷണത്തിന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഡയറ്റ് പ്രിൻസിപ്പൽ വിനോദ് സാറ് വരാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല, എങ്കിലും വരാം എന്ന വാക്കിൻ്റെ പുറത്തുള്ളൊരു നന്ദിയും സ്നേഹം അറിയിക്കുന്നു. മറ്റൊന്ന് നമ്മുടെ SPC എന്ന് പറയുന്നത് ഇവിടെ രാജേഷ് സാറ് പറഞ്ഞ പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. കാരണം കൊറോണ കാലത്ത് എത്രയെത്ര മക്കളെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞതെന്നറിയോ. എത്രയെത്ര വേദനിക്കുന്ന കുട്ടികളാണ്. എത്രയോ തവണ സംസാരിച്ചിരിക്കുന്നു, രാത്രിയും പകലും ഇല്ലാതെ. ഒരു കുട്ടി അബദ്ധത്തിൽ ഫാനിൽ കുരുങ്ങി മരിച്ചപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കാലത്താണ്, ആ വീട്ടിൽ പോയിട്ട് ആ കുട്ടിയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നത് ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം അതൊക്കെ നമ്മുടെ ഈ SPCയുടെ നേതൃത്വത്തിലുള്ള ചിരി കൗൺസിലിംഗ് പ്രോജക്റ്റാണ്. ആ ഒരു പ്രോജക്റ്റിനെ SPCയെ ഇപ്പോഴും നേതൃത്വം കൊടുക്കുന്ന സൗമ്യനായിട്ടുള്ള ഒരു പുഞ്ചിരിയോടുകൂടി മാത്രം, ഒരു പോലീസുകാരൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒന്നല്ല പലപ്പോഴും രാജേഷ് സാറിന്, അത്രയും സൗമ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വിളിച്ചപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഞാൻ വരുമെന്ന് പറഞ്ഞു. സമയത്തിന് എത്തി. ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ORC കോർഡിനേറ്റർ ഷമീജ മേഡം, തീർച്ചയായിട്ടും ഒരുപാട് പെട്ടെന്ന് വിളിക്കുക. നമുക്കൊരു പരിപാടി ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഞാൻ ആ വിളി, എനിക്ക് പറ്റാവുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് എവിടേക്കോ സ്കൂളുകളിൽ, ഇപ്പം പൈസക്കാരി സ്കൂളിലാണെന്ന് തോന്നുന്നു, നമ്മൾ ഒരിക്കലേ അടുത്ത് ഈയിടെ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്ത സ്കൂളാണ്. അവിടെയൊക്കെ ഒരുപാട് സ്കൂളുകളിലും ഒരുപാട് പ്രോഗ്രാമുകളിലും ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊക്കെ ഒരു പ്രോജക്റ്റാണ് സർക്കാരിൻ്റെ. ഞാൻ ഷമീജോടൊക്കെ പറയുന്ന ഒരു കാര്യം, സർക്കാരിൻ്റെ പ്രോജക്റ്റ് മാത്രമായിട്ട് ഇതൊന്നും ഒതുങ്ങിപ്പോകരുത്. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കൈകൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ആ കൈകളെ നീട്ടുക തന്നെ വേണമെന്നാണ്. അതിനൊപ്പം നിന്നിട്ടുണ്ട് ഷമീജ
മേഡം അവരുടെ സാന്നിധ്യത്തിലും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. പിന്നെ ശശിമാഷ് നമ്മുടെ ഒപ്പമുള്ള പ്രിയപ്പെട്ട സഹോദരനാണ്. അതുകൊണ്ട് ശശിമാഷ് ഒഴിവാക്കി നിർത്തിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് മാഷെ വിളിച്ചു. അത് അതേ സ്നേഹത്തിൻ്റെ അളവിൽ തന്നെ തിരിച്ചു തന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. ഒരുപാട് താങ്ക്സ് സർ. ഇനിയുള്ളത് നമ്മുടെ 2 സുഹൃത്തുക്കളാണ്. അവർ നമ്മുടെ ഒപ്പം തന്നെയാണ്. ഗിരീഷ് ബാബു KN, അദ്ദേഹത്തിൻ്റെ സിനിമാ പാട്ട് നല്ല പാട്ടുകാരനാണ് ഈ പറയുന്ന പോലെ. പക്ഷേ ആരെങ്കിലും നിർബന്ധിച്ചാലേ പാടും. ഇന്ന് ആരും നിർബന്ധിച്ചില്ലെങ്കിലും പാടി എന്നുള്ളത് വളരെ വ്യത്യസ്തമായി കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ കണ്ടു. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായി. അതുപോലെ തന്നെ രവീന്ദ്രൻ നമ്മൾ പിന്നെ പഠിക്കുന്ന കാലത്തും ഇന്നും ഒരുപോലെ കളിച്ചിരി തമാശകളിലൂടെ ആ കൗമാരകാലത്തെ അല്ലെങ്കിൽ ആ യൗവനകാലത്തെ ഇന്നിപ്പോൾ വാർദ്ധക്യമായിന്നൊന്നും പറയാൻ പറ്റൂല രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ. നമ്മളെ കണ്ടാൽ പറയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഇപ്പോഴും ആ ഓജസ്സും തേജസ്സും നിലനിർത്തുന്നു. അദ്ദേഹം ഒരു പിന്നെ ജനപ്രതിനിധി കൂടി ആയതിൽ സന്തോഷമുണ്ട്. ഇവർക്കെല്ലാം അതിനേക്കാൾ ഉപരി എനിക്ക് പിന്നെ ഒരു വലിയൊരു ബന്ധം നന്ദികേശൻ സാറ് ഇന്നലെ കണ്ട് ചേർത്ത് നിർത്തിയപ്പോൾ ഒരു സ്പാർക്കാണ് ഉണ്ടായത്. അന്ന് ഉദുമ സ്കൂളിലെ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു. DD ആയിട്ടാണ് റിട്ടയർ ചെയ്തെങ്കിൽ പോലും വളരെ ലാളിത്യമുള്ള ഒരു മനുഷ്യൻ. അതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിരി കണ്ടാൽ തന്നെ മതി. അദ്ദേഹത്തിൻ്റെ വാക്കുകളും എല്ലാത്തിനും ഒരുപാട് നന്ദി അറിയിക്കണം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വന്നിരിക്കുന്ന ആളുകളുടെ അവർ ഇത്രയും നേരം സത്യത്തിൽ എനിക്കറിയാം അത് എന്നോടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും കുട്ടികൾ മാറ്റി നിർത്തിയാണ്. പക്ഷെ അവരുമായിട്ടും ഇപ്പോൾ എവിടെയോ ഒരു ആത്മബന്ധം രൂപപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് താൽക്കാലികമായി കടന്നു പോകേണ്ട പാലങ്ങളല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് സാന്ത്വനം നേരിട്ട ഒരു ചേർത്ത് നിർപ്പാവണം. ആ ചേർത്ത് നിർത്തൽ ഇവിടെ വന്നവരെല്ലാവരും ഇടയ്ക്ക് തിരക്കായിട്ട് പോയവരുണ്ട്. അവരെയൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും തീർച്ചയായിട്ടും എപ്പോഴും നമ്മളൊരുമിച്ച് ഉണ്ടാവും എന്ന ഒരു വിശ്വാസം, ഒരുപാട് സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ വന്നതിന് പ്രത്യേകിച്ച് ആങ്കറിങ് കൊണ്ട് പിന്നെ നമ്മുടെ സ്റ്റാഫ് ഇവിടെ ഉണ്ട് മുഴുവൻ സമയം പ്രവർത്തനം. അതിനേക്കാൾ ഉപരി ഈ പുസ്തകം എഴുതാൻ എൻ്റെ കൂടെ സഹായിച്ച ഒരുപാട് കുട്ടികൾ, അവരൊക്കെ കുട്ടികളെന്ന് പറയാൻ ഇന്ന് പറയാൻ പറ്റില്ല. അവരിലൊക്കെ ചിലരൊക്കെ അമ്മമാരായിട്ടുണ്ട്. അവരിന്ന് എത്തുമെന്ന് പറഞ്ഞാൽ പലരും എത്തിയിട്ട് കാണുന്നില്ല. കാരണം 10 വർഷമായിട്ട് പലരും മാറ്റി എഴുതിയ ഒരു പുസ്തകമാണ്. 4, 5, 6 അവരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അവർക്കൊക്കെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പുസ്തകം പുറത്തു വന്നിട്ട് 10 വർഷം കഴിഞ്ഞാലും ഇതൊരു വലിയ നേട്ടമായിട്ട് തന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിലും എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പറഞ്ഞ് നിർത്താൻ തോന്നുന്നില്ലെങ്കിൽ പോലും സമയം വൈകിയത് കൊണ്ട് നിർത്തണം എന്നുള്ളത് കൊണ്ട് മാത്രം നിർത്തുകയാണ്. എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ പേരിൽ പ്രതികരണം ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും നന്ദി. ഓക്കെ. ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയുന്നു. പുറത്ത് എല്ലാവർക്കുമുള്ള ചായയും പലഹാരവും ഉണ്ടാവും.